ഗിവ് അവേ 3 ആൾക്കാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നത് കേട്ടോ. ലാലേട്ടൻ ശരിക്കും നമ്മളുടെ ഗുരുവായൂർ അമരപ്രഭുവാണിത്. 3 പേർക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു 3 പേർക്ക് നമ്മളുടെ എല്ലാം എന്താണോ ഗോൾഡ് അവർക്ക് കിട്ടാൻ പോണത് വലിയൊരു ധമാക്കാണ്. റിസോർട്ടും കൂടി ഉണ്ട്. കല്യാണം മാത്രമല്ല നടത്തുക, രത്ന കളക്ഷൻ എന്ന് പറയും, പറക്കാട്ടിന്റെ രത്ന. ഇവിടെ നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ്. എന്നിട്ട് എൻ്റെ ഒരു ഫോട്ടോ എടുക്കും. ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ മേക്കപ്പ് ചെയ്യുന്നത് അല്ലേ? ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗിവ് അവേ 3 ആൾക്കാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുൾ ധമാക്ക. എന്താണ് ഗിവ് അവേ, എങ്ങനെയാണ്? അപ്പോൾ 1 2 അല്ല 3 ആൾക്കാണ്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അകത്ത് ചെന്നിട്ട് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് ശരിക്കുള്ള ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ആ മെയിൻ റോഡ് കാണുന്നത് MG റോഡാണ് കേട്ടോ. ആ മെയിൻ റോഡിൻ്റെ അവിടുന്ന് ജസ്റ്റ് 10 അടി നടക്കാനുള്ള വഴിയുള്ളൂ. ഈ ഒരു ഉള്ളിലേക്ക് കിടക്കുന്ന വഴീനെ പറയുന്നത് ലയൺ റോഡ് അല്ലെങ്കിൽ കളക്ട്രേറ്റ് റോഡ് എന്നും കൂടി പറയൂ കേട്ടോ. അപ്പോൾ അവിടുന്ന് 10 അടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ പർക്കാട്ട് ജ്വല്ലേഴ്സ്, പർക്കാട്ട് പേൾസ് ആൻഡ് ജ്വല്ലേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെന്താ ഓടിയല്ലേ? മാനുഫാക്ചറിങ്. യെസ്, മാനുഫാക്ചറിങ് ആണ്. ഇവർ ഓൺ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് മൊത്തം ഉള്ളിലിരിക്കുന്നത്. അപ്പം മാനുഫാക്ചേഴ്സ് പർക്കാട്ട് ജ്വല്ലറി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അതിലെല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമില്ല, കാരണം അത്യാവശ്യം ഫേമസ് ആണ് ഇവർ. അപ്പോൾ ഇവിടെ മാത്രമല്ല പല സ്ഥലത്തായിട്ടുള്ള ഷോറൂംസ് ഉണ്ട്. പിന്നെ 4 ഫ്ലോർ ഉണ്ട് കേട്ടോ. 4 ഫ്ലോർ എന്ന് പറയുമ്പോൾ ഇതൊരു ബിഗ് ബിൽഡിംഗ് ആണ്. അതിൽ ഓരോരോ ഫ്ലോറിലും ഓരോരോ പ്രത്യേകത ഉണ്ട് കേട്ടോ. അപ്പോൾ താഴത്തെ ഫ്ലോർ എന്ന് പറയുമ്പോൾ ജ്വല്ലറി, സെക്കൻഡ് ഫ്ലോറിൽ എന്താ, ഫസ്റ്റ് ഫ്ലോറിൽ എന്താ, തേർഡ് ഫ്ലോറിൽ ആകെ കൺഫ്യൂഷൻ അല്ലേ? എല്ലാത്തിലും സ്പെഷ്യൽ എന്തോ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. പിന്നെ ഗിവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയാലോ? വരും. ഗ്രൗണ്ട് ഫ്ലോറിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ പെണ്ണുങ്ങളുടെ മനസ്സിൽ ആദ്യം തന്നെ വള, മാല അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടെ കുറേ വിഗ്രഹങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരാളുണ്ട്. അപ്പോൾ സ്റ്റാഫാണ്, മാനേജറാണോ, എന്താണ്? ഞാൻ ഈ ഷോപ്പിൻ്റെ ഇൻചാർജാണോ മൊത്തത്തിൻ്റെ? ഓൾ ഇൻ ഓൾ വൺ. പേര് സിന്ധു. ഹായ്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഒരു സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പർക്കാട്ട് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ എല്ലാതും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടാണ്. പക്ഷേ ഇവിടെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ആൾക്കാരെ അറിയിക്കേണ്ടത് വേണ്ടി വരും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഇത് ശരിക്കും 4th ഫ്ലോറാണ്. 4 ഫ്ലോറിൽ മൊത്തം വരുന്നത്. അപ്പോൾ ഈ 4 ഫ്ലോറിൽ മൊത്തം എന്താ ഇപ്പം പറയണ്ട, നമുക്കത് പിന്നീട് സസ്പെൻസ് പൊട്ടിക്കാം. അപ്പോൾ ഈ ഒരു നമ്മൾ നിൽക്കുന്ന ഫ്ലോറിൽ എന്താ? ഇത് മൊത്തം സെയിലാണ്. പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ ഐറ്റങ്ങളുമാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കയറുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് സ്വർണ്ണക്കടയാണോ എന്നൊരു സംശയമുണ്ട്. എന്നാൽ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലാന്ന് ചോദിച്ചാൽ അല്ല. കാരണം സ്വർണം പോലെ തന്നെ സ്വർണത്തിൻ്റെ പ്രൈസ് കൊടുക്കണം. സെയിം അതേ പോളിച്ചലും അതേ ആ ഒരു ഫിനിഷിങ്ങോട് കൂടി കിട്ടുന്ന സ്ഥലമാണ് ഈ ഒരു ഏരിയ മൊത്തം അല്ലേ? ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? ഒരിക്കലില്ല. അത്രയും 100% കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇവരുടെ ഒരു ജ്വല്ലറിനെ കുറിച്ചിട്ട്. പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ വിഗ്രഹങ്ങള്, മൊമെന്റോ സംഭവങ്ങളൊക്കെ കാണിക്കില്ല. ഇതൊക്കെ എന്താ സംഭവം? ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും വീട്ടിൽ വെക്കാനും കാറിൽ വെക്കാനും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് നമുക്ക് എന്താണോ ഇപ്പോൾ കാറിൽ വെക്കാനാണ് തോന്നുന്നെങ്കിൽ അങ്ങനെ, ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ, ഇല്ല മൊമെന്റോ കൊടുക്കുക, ഇങ്ങനെ നമ്മളെ പ്രോഗ്രാമുകൾക്കൊക്കെ കൊടുക്കുമല്ലോ, മിസ് കേരള, മിസ് ക്യൂൻ ഇന്ത്യ, അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാമുകൾക്കും നമ്മൾ എടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ തീർച്ചയായിട്ടും. പിന്നെ ഈ കോയിൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തില്ല, അതെല്ലാം ബൾക്കായിട്ട് തന്നെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ വാതിലില്ലേ, വീടിന്റെ വാതിലിന്റെ മണിച്ചിത്രത്താഴിന്റെ ഒക്കെ ഒരു ഗോൾഡൻ പോർഷൻസ് എല്ലാം നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാറുണ്ട്. അങ്ങനെ ഓർഡർ വരും. പിന്നെ വിളക്ക്, നിലവിളക്ക്, ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിലിരിക്കുന്ന ബ്രാസിന്റെ വിളക്കുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോളിഷ് ചെയ്ത് വെക്കണം. പക്ഷെ ഇത് ഗോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ടൈം അതുപോലെ തന്നെ ഇരിക്കും. ഗോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ സംഭവം നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. 1 gram ഗോൾഡ് എല്ലായിടത്തും ഇപ്പോൾ ഇതൊരു ഒരു കോൺസെപ്റ്റ്. കാരണം ഫസ്റ്റ് കൊണ്ടുവന്നത് തന്നെ പർക്കാട്ട് ജ്വല്ലറിക്കാരാണ് ഈ ഒരു 1 gram ഗോൾഡ് എന്നുള്ള കോൺസെപ്റ്റ്. പക്ഷേ ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് 24 അല്ല, അന്നും 24 ഗോൾഡ് ലെയറിംഗ് തന്നെയാണ്. പക്ഷേ ഈ 1 ഗ്രാമിൽ ഒതുങ്ങുന്ന ഐറ്റം മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അതിലും എബോ ഉള്ള സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അതും ക്വാളിറ്റി ഉള്ളത്, പക്ക ഫിനിഷിങ്ങോട് കൂടിയിട്ടെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് പോയി കഴിഞ്ഞാൽ ഒരു കല്യാണ പെണ്ണ് വരെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വർണ്ണം ഇല്ലാന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ? അമ്മായിമ്മ പറ്റില്ല. അപ്പൊ നമുക്കൊന്ന് കുറച്ച് കളക്ഷൻസ് കാണിച്ചു കൊടുത്തല്ലോ. ഞാൻ അത്ര കോൺഫിഡൻസ് കൂടി പറയാം. അപ്പൊ എവിടെ നിന്ന് തുടങ്ങേണ്ടത്? നമുക്ക് ഇവിടുത്തെ നമുക്ക് ദൈവത്തിന്റെ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ തുടങ്ങാം. അപ്പൊ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞുതരൂ. ഇതിപ്പോൾ നമ്മളൊരു ഇത്രയും ഹെവി ഐറ്റംസ് അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നമുക്ക് ഇവിടെ സൂം ചെയ്യാം. പറഞ്ഞോളൂ. ഇതിപ്പോൾ ഇതിന് വരുന്നത് റേറ്റ് വരുന്നത്
ഒരു 21,200 ചില്ലാൻ രൂപയാണ് വരുന്നത്. 21,000 രൂപയുടെ മാലയാണ് ഇത്. ഈ ഒരെണ്ണം കാണുന്നത് അത്രയും അല്ല, അത് പോളിച്ചയുടെ മാത്രമല്ല, ഇതിന്റെ വർക്ക് ബേസിൽ നമുക്ക് ഗോൾഡിൽ വന്ന പോലെ തന്നെ വർക്ക് വരുന്നത്. അപ്പൊ അതിന്റെ ലേബറും അതിന്റെ ഗോൾഡ് ലെയറിങ്ങും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ റേറ്റ് വരുന്നത്. അപ്പൊ കല്യാണത്തിനൊക്കെ ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു എൻ്റെ മാം ഇവിടെയുണ്ട്. ഞാനത് ചോദിക്കാതിരിക്കായിരുന്നു. നമ്മുടെ പ്രീതി മാഡം ഉണ്ട്. എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഓണർ ഇവിടെ ഉള്ളപ്പോ ഞാൻ കുറച്ച് ഷോർട്ട് ചെയ്യേണ്ടതാണ് നല്ലത്. അപ്പൊ നമ്മുടെ മാഡം ഇപ്പൊ ഇവിടെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. നമുക്ക് ഫ്ലോർ ഉണ്ട്. അപ്പൊ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് മോളിൽ എന്ന് പറഞ്ഞപ്പോ മോളില് ഒരു ഫ്ലോർ എന്ന് പറയുമ്പോ മൊത്തം ഇന്റർവ്യൂവിന് വേണ്ടിട്ട് ഇന്റർവ്യൂവിന്, ഫോട്ടോഷൂട്ടിന്, പിന്നെ റെന്റല് അങ്ങനെ 4 ഫ്ലോർ മാത്രമാണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ അപ്പൊ മാമിനെ ഒന്ന് വിളിക്കണം. പ്രീതി മാമിനെ ഒന്ന് വിളിക്കോ? ഉറപ്പായിട്ടും വിളിക്കാം. പ്രീതി മാമിനെ ഇവിടെ നിന്നിട്ട് ഒളിയിടാൻ പറ്റില്ല. അപ്പൊ ഒന്ന് ഫോൺ വിളിക്കോ? എന്നിട്ട് വേണം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ. ഏകദേശം ഇന്റർവ്യൂ കഴിയാറായിട്ടുണ്ട്. ഉണ്ടല്ലേ? എന്റെ അടുത്ത് മിസ്ഡ് അടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ വെറൈറ്റി, അപ്പൊ മിസ്ഡ് അടിക്കുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ കുറച്ച് വെറൈറ്റികൾ കാണിക്കാം. ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് കാണിക്കാം. ഓരോന്നോരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മാം വന്നതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. അത്രയും വെറൈറ്റി ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു കളക്ഷൻസ് വരുന്നത്. ഇവിടെ കിട്ടുന്നത് നെക്ലേസ്, പിന്നെ ഇയറിങ്സ്, വിഗ്രഹങ്ങൾ, മൊമെൻറ്റോസ്, അങ്ങനെ വെറൈറ്റി ഐറ്റംസ്, എല്ലാ ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് മാം എവിടെ? പ്രീതി മാം, മിസ്റ്റർ അതെ എത്തിയില്ലോ മാം. നമ്മുടെ ഒരു വീഡിയോ നടക്കുന്നുണ്ട്. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ക്ഷീണം തീർന്നോ? കഴിഞ്ഞു ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ മാമിന്റെ ഡിസ്റ്റർബ് ചെയ്തോ ഞങ്ങള്? കഴിഞ്ഞു. ഈ മൈക്കൊന്ന് ഞാൻ എടുത്തോട്ടെ. നമ്മുടെ ഇവിടെ നിന്ന് പെർഫോം ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഏറ്റവും നല്ല ഓണർ എന്നെ ഇവിടെ ഉള്ളപ്പോ അപ്പൊ നമ്മൾ ഇവിടെ ഫിനിഷിംഗ് എന്ന് വെച്ചാൽ ഗോൾഡ് ഇട്ടാലും നമ്മൾ ഇവിടുത്തെ ജ്വല്ലറി ഇട്ടാലും ഗോൾഡ് ആണെന്നുള്ളത് ആ ഒരു ഫിനിഷിങ്ങോട് കൂടിയൊക്കെ ഇട്ടാന്ന്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്താണ് നമ്മുടെ ഈ ഒരു പറക്കാട്ട്? ഇവിടെ കുറെ വിഗ്രഹങ്ങൾ, ഇതൊക്കെ സംഭവങ്ങളൊക്കെ കണ്ട് എന്താണ് ശരിക്കും നമ്മൾ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറക്കാട്ട് തുടങ്ങിയത് ഒരു സുവർണ ഗണപതിയിൽ നിന്നായിരുന്നു നമുക്ക് ആ ഒരു ഐഡിയ കിട്ടിയത്. സ്വർണ്ണലോകം എന്ന് പറയുന്ന ഒരു എക്സിബിഷനിൽ നമ്മളൊരു ഗണപതി വിഗ്രഹം കാണും. ആ ഒരു ലൈറ്റ് വെയ്റ്റ് എന്ന് പറയുന്ന പണ്ടിറങ്ങിയ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് ആ ഒരു ഐഡിയ വന്നപ്പോൾ നമ്മൾ അങ്ങനെ ഗോൾഡ് ജ്വല്ലറി ആയിരുന്നു റിയലി നമ്മൾക്ക്. എൻ്റെ ഹസ്ബൻഡിന് ആ സമയത്ത് പ്രകാശ് പറക്കാട്ട് ആള് ചെയ്തിരുന്ന ഗോൾഡ് ജ്വല്ലറിയാണ്. അപ്പോൾ ഈ ഒരു സ്വർണ്ണലോക എക്സിബിഷനിൽ ഒരു ഗണപതി വിഗ്രഹം ഞങ്ങളെ അല്ലാതെ തന്നെ നമ്മൾക്ക് എന്താന്ന് പറയുന്നത്, നമ്മളുടെ ഈ ജ്വല്ലറിയിൽ വരുന്ന ആൾക്കാർ പറയും ആ മാല ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് വാങ്ങാനുള്ള ബഡ്ജറ്റ് എനിക്കില്ല, അപ്പോൾ എനിക്ക് ചെറുത് മതി, അല്ലെങ്കിൽ അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളുടെ ആ ഒരു എന്താ പറയുക, ശരിക്കും സുവർണ സ്വപ്നം ചിലപ്പം നമ്മുടെ ഗോൾഡ് ജ്വല്ലറി വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും സാക്ഷാത്കരിക്കാൻ പറ്റില്ല. ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല. നമ്മളുടെ കയ്യിലുള്ള പണം വെച്ചിട്ട് തൂക്കത്തിന് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ സാധാരണക്കാരുടെ സുവർണ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരു ഓർണമെന്റ്, അതാണ് പറക്കാട്ട്. അപ്പൊ കുറെ വിഗ്രഹങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കുറെ വെറൈറ്റികളൊക്കെ കണ്ട്. ഇത് എങ്ങനെയാ നമുക്ക് സെയിം അതന്നെ വെച്ചത് എടുത്തു പോകാനുള്ളതാണോ, അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യോ? എങ്ങനെയാ കസ്റ്റമൈസ് ചെയ്യോ? അപ്പോൾ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളുടെ ഗണപതി വിഗ്രഹം ഇതേപോലെയുള്ള ഒരു, ഇപ്പൊ ചെറുത് കാണിക്കാം, ഇതേപോലെയുള്ള ഒരു നമ്മളുടെ ഗണപതി വിഗ്രഹത്തിൽ നിന്നാണ് പറക്കാട്ട് ശരിക്കും തുടങ്ങി വെച്ചത്. ഇപ്പൊ അതിൻ്റെ ഇപ്പൊ ഇതേപോലെ ബ്ലാക്ക് ആൻഡ് ഗോൾഡ്, അല്ലെങ്കിൽ സിൽവർ, അല്ലെങ്കിൽ സിൽവർ ആൻഡ് കളറിങ്. ഇപ്പൊ ഇത് കണ്ട നമുക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്ക് ബ്യൂട്ടി പാജൻസ് ഇല്ലേ, അതിനൊക്കെ കൊടുക്കുന്ന മെമൻറ്റോയാണ്. അപ്പോൾ അതിന് തന്നെ നമ്മൾക്ക് ഗോൾഡ് ലെയർ ചെയ്യാം. ഇനി ബ്ലാക്ക് ആൻറ്റിക് മാത്രം മതിയെങ്കിൽ അതിൽ ചെയ്യാൻ പറ്റും, സിൽവറിൽ ചെയ്യാം, ഇതുപോലെ കോപ്പർ ഫിനിഷ്, ബ്രാസ് ഫിനിഷ്, അങ്ങനെ ഏതിൽ വേണേലും നമ്മൾ കസ്റ്റമൈസ് ചെയ്യും. ഇപ്പോൾ ഏത് വലിപ്പോ ഷേപ്പോ ഡിസൈനോ നമുക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഫിലിംസിനൊക്കെ കൊടുക്കണമെന്നൊക്കെ കിട്ടില്ല. അപ്പോൾ അത് അവർ പറയുന്ന രീതിയിൽ കസ്റ്റമൈസ് നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ റീസെൻ്റ്ലി ഞാനിപ്പോൾ ഒരു വള എന്ന് പറയുന്ന ഒരു ഫിലിമിന് വേണ്ടിയിട്ട്, ഫിലിമിൻ്റെ പേര് തന്നെ വള എന്നാണ്, അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വള ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ സാധാരണ നമ്മുടെ നേരത്തെ നമ്മുടെ തൃശ്ശൂർ പൂരം സിനിമയിൽ ജയസൂര്യയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു നല്ല രുദ്രാക്ഷത്തിൽ ചെയ്തിട്ട് ഒരു മാലയും അതുപോലെ തന്നെ അതിന് പറ്റിയൊരു ഡമരു ലോക്കറ്റും, പിന്നെ വേറെ അതിലൊരു ലോക്കറ്റും, പിന്നെ ബ്രേസ്ലെറ്റ്സ് എല്ലാം ഉണ്ട് ജയസൂര്യ ഉപയോഗിക്കുന്ന. പിന്നെ കേശുവിൻ്റെ വീട്, അങ്ങനെ ഇഷ്ടം പോലെ അങ്ങനെ ഓരോരോ ഫിലിമിൽ കാണുമ്പോൾ പറക്കാട്ട് ജ്വല്ലറിയുടെ ഓരോരോ സംഭവങ്ങൾ ഉണ്ടാവും എല്ലാം കാണും. പിന്നെ ഇവിടെ നമ്മുടെ ലാലേട്ടനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഏതായാലും അതും ഒന്ന് കാണിക്കാം. അതെ,
ഇത് ലാലേട്ടൻ ശരിക്ക് നമ്മളുടെ ഗുരുവായൂർ അമരപ്രഭുവാണിത്. അമരപ്രഭു എന്ന് പറയും. ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസ് സഹകരണ സംഘത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ലാലേട്ടൻ ഇത് കണ്ടപ്പോൾ മുതൽ ആളിതിൻ്റെ ഒരു ഫാനാണ്. അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആർക്ക് ഗിഫ്റ്റ് ചെയ്യണമെങ്കിലും ഈവൻ നമ്മൾ പ്രൈം മിനിസ്റ്ററിനെ കാണാനായിട്ട് ഡൽഹി പോയി അദ്ദേഹം കാണാൻ പോയപ്പോൾ അദ്ദേഹം ഗിഫ്റ്റ് ചെയ്തത് ഈ അമരപ്രഭു ആണ്. പിന്നെ സാധാരണ യൂഷ്വലി ഓരോ ഒക്കേഷൻസിനും അതിപ്പോൾ എല്ലാവരും എടുക്കാറുണ്ട്. ഈവൻ ഞാൻ നമ്മളുടെ നേവൽ ബേസിൽ നമ്മളുടെ രാഷ്ട്രപതി വന്നപ്പോൾ നേവൽ ബേസ് ഗിഫ്റ്റ് ചെയ്ത ഒരു ദ്രോണാചാര്യ വിഗ്രഹമുണ്ട്. അത് നമ്മൾ പറക്കാട്ട് ഡിസൈൻ ചെയ്ത് ഒരു 20 ഡേയ്സിൽ ഞാൻ റെഡി ചെയ്ത് കൊടുത്ത ഒരു 3 feet ഹൈറ്റ് വരുന്ന രീതിയിലുള്ള. ഇത് ഇപ്പൊ ഫിലിം സ്റ്റാർസ് അവരിവരൊക്കെ വലിയ വലിയ സെലിബ്രിറ്റീസിന്റെ പേരാണ് പറയുന്നത്. അപ്പൊ സാധാരണക്കാർക്കും നമുക്ക് വരാൻ പറ്റോ? ഞാൻ നേരത്തെ പറഞ്ഞു സാധാരണക്കാരുടെ സുവർണ സ്വപ്നം അത് സാക്ഷാത്കരിക്കുക. അത് അവര് ഇരിക്കുന്നവർക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ആ ഡൗട്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം സാധാരണക്കാർക്ക് എന്ന് പറയുമ്പോൾ ഒരു ഗോൾഡ് മേടിച്ച് ഇട്ടിട്ട് ഒരു കല്യാണം നടത്താന്ന് പറയുമ്പോൾ അത് പോസിബിൾ അല്ല. പക്ഷെ എന്നാൽ നമുക്ക് ആ സ്റ്റേജിൽ ബ്രൈഡ് നിൽക്കുമ്പോൾ ഗോൾഡ് ഇട്ട ഒരു ഫീല് കിട്ടും വേണം. മറ്റു നാട്ടുകാരും വയടപ്പിക്കണ്ടേ എന്താ അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷനും കൂടിയാണ്. അല്ല, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കുട്ടികളൊന്നും ഇപ്പോഴത്തെ ഒരു നമ്മുടെ കോസ്റ്റ്യൂമിനും ഒന്നേ സിമ്പിളായിട്ടുള്ള ജ്വല്ലറി, അല്ലെങ്കിൽ നമ്മൾ ജ്വല്ലറിയെ വേണ്ട, നോ ഗോൾഡ് എന്നാണ് ഇപ്പോഴത്തെ യൂത്തിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് അവരുടെ മെയിൻ ഡേയിൽ ഒരുങ്ങിയേ പറ്റൂ, അതിനനുസരിച്ച് ഓർണമെൻറ്റ് സെറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ അതിനൊക്കെ ഏറ്റവും ആപ്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോൺഫിഡൻസോടുകൂടി ഇടാം. ഒരിക്കൽ പോലും ഇത് ഗോൾഡ് അല്ലാതെ ഈവൻ ഗോൾഡ് ജ്വല്ലറിക്കാർക്ക് പോലും മനസ്സിലാവില്ല എന്നുള്ളത് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അത്രയും പെർഫെക്റ്റായിട്ട് നമ്മളുടെ ഓൺ ഫാക്ടറിയിൽ നമ്മളുടെ എന്താ പറയുക ഗോൾഡ് സ്മിത്ത് വർക്ക് തൊട്ട് എല്ലാം നമ്മുടെ യൂണിറ്റി തന്നെ ചെയ്തിട്ട് പ്രോഡക്റ്റ് ഗോൾഡ്. ഓർണമെന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർണമെന്റ്സ് ഗോൾഡ് അല്ല എന്നുള്ളൂ. പക്ഷെ അതിൽ യൂസ് ചെയ്യുന്ന സ്റ്റോണ് അതൊക്കെ ഒറിജിനൽ ശരിക്കും നമുക്ക് ഗോൾഡിൽ കിട്ടുന്ന ആ ഒരു സ്റ്റോൺ തന്നെയായിരിക്കും. പേളൊക്കെ ആണെങ്കിൽ നമ്മള് ഫ്രഷ് വാട്ടർ പേള് അല്ലാതെ പ്ലാസ്റ്റിക് പേളൊന്നും യൂസ് ചെയ്യില്ല. അതെന്ന് വെച്ചാൽ സ്റ്റോൺ ആയാലും പേളായാലും എല്ലാം അത് ഒറിജിനൽ നമ്മൾ ആ ഒരു സ്വർണ്ണക്കടയിൽ പോയിട്ട് കാണുന്ന ഒരു ഫീല് തന്നെയായിരിക്കും. സ്വർണം അല്ലാന്ന് മാത്രമല്ല ആ ഒരു സെയിം ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് കിട്ടുക. പിന്നെ ഇൻസൈഡ് സ്വർണ്ണം അല്ല, പുറമെ 24 കാരറ്റ് പ്യുവർ ഗോൾഡ്. അതാ പറഞ്ഞ ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പെട്ടെന്നൊന്ന് നോക്കിയാൽ നാട്ടുകാരെന്ന് പറയുമ്പോ അയ്യോ എത്ര പെട്ടെന്ന് നോക്കിയാലും നല്ല ഒരു 10 വർഷം യൂസ് ചെയ്ത സാധനവും തിരിച്ചറിയാൻ പറ്റും. പിന്നെ വേറൊരു സംഭവം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. കുറെ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ കാണിക്കണേക്കാളും മുന്നേ കുറെ സംശയങ്ങളാണ് മനസ്സിൽ വരുന്നത്. കല്യാണത്തിന് നമ്മളിപ്പോ ഇവിടുന്ന് എടുത്തെന്ന് പറയുമ്പോൾ ഇതൊക്കെ വലിയ ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും. ഇപ്പൊ കല്യാണ പെണ്ണെന്ന് പറയുമ്പോൾ ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ വേണം. അപ്പൊ ഈ ഐറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ദിവസം കഴിഞ്ഞാൽ അതൊരു വേസ്റ്റ് ഓഫ് മണിയാണ്. ഇപ്പൊ പറക്കാട്ടിന്റെ ഓർണമെന്റ്സ് തന്നെ നമുക്കൊന്ന് കണ്ടോണ്ട് അതായിരിക്കും നല്ലത്. ഓർണമെന്റ്സ് കണ്ടു പറയണതും വെറുതെ ഇരുന്ന് പറയണതും വ്യത്യാസമുണ്ടോ? അപ്പൊ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം അല്ലേ? മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നെക്ലേസുകളാണല്ലോ എല്ലാവർക്കും ഏറ്റവും. അപ്പോൾ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ഈ ഓർണമെൻറ്റ്സ് നമുക്കിപ്പോൾ ബ്രൈഡ്സ് വന്ന് എടുത്തിട്ട് പോയാൽ അവർക്ക് ആ ഒരു തവണത്തെ യൂസ് അന്നത്തെ പാർട്ടി വെയറൊക്കെ കഴിഞ്ഞു കൊണ്ടുവന്നിട്ട് മാറ്റി നമ്മളുടെ ഇതുപോലുള്ള സിമ്പിൾ മാലയോ കല്യാണത്തിന്റെ തലേദിവസം അല്ലെങ്കിൽ 2 ദിവസം മുന്നേ എപ്പോൾ വേണേലും വന്ന് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്ത് ഒരു 2 വീക്സിനുള്ളിൽ കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ചെയ്ത് സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഓർണമെന്റ്സ് ആയിട്ട്. കാരണം ബ്രൈഡ്സിനൊക്കെ ഈ ഹെവി നെക്ലേസ് ഒക്കെ നമുക്ക് അന്നൊരു ദിവസം ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്കത് ചിലപ്പോൾ വേസ്റ്റ് ഓഫ് മണി ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് പുറമേയൊക്കെ പോകുന്നവർക്ക് ഇതും കൊണ്ടുപോയി സൂക്ഷിക്കണ്ടേ. ഇനി ഇത് കണ്ടാലും കള്ളന്മാര് കൊണ്ടുപോയി അതുമായി അപ്പോൾ സ്വർണ്ണാന്ന് ഓർത്ത് ചിലപ്പോൾ എടുത്തിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് തിരിച്ചു തന്നിട്ട് നമുക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മറ്റേ ഇഷ്ടപ്പെട്ട ഓർണമെന്റ്സ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞാലും ഒരു 1 ഇയറിനുള്ളിൽ ഉപയോഗിച്ച് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ തിരികെ കൊണ്ടുവന്നിട്ട് നമുക്കൊരു 50% വീണ്ടും അപ്പോഴും വേസ്റ്റ് ആവണമെന്നില്ല. 50% എമൗണ്ടിന് ഇഷ്ടമുള്ള ഓർണമെൻ്റ് ആയിട്ട് മാറ്റിയെടുക്കാം. ഇനി 1 വർഷം എന്നല്ല കേട്ടോ, 2 വർഷം കഴിഞ്ഞാലും 40%, 3 വർഷം കഴിഞ്ഞാൽ 30%, ഇനി പിന്നെ ലൈഫ് ടൈം
അപ്പൊ കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ ജ്വല്ലറി മാറ്റി അതെ 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 കുട്ടികൾക്കായിട്ട് മാറ്റി വേറെ എന്തെങ്കിലും മോഡല് സാധനങ്ങൾ നമുക്ക് ഇഷ്ടം വെച്ചാൽ ഇവിടെ എല്ലാ ഐറ്റംസ് കുട്ടികളെ തൊട്ട് ബ്രൈഡൽ ജെന്റ്സിന്റെ വിഗ്രഹങ്ങൾ സ്വർണത്തിൽ നിന്ന് കാണുന്നത് പൊതിയണതോ എല്ലാം ഉണ്ട്. പറക്കാട്ടിന്റെ നോ എന്ന് പറയുന്ന ഒരു വാക്കില്ല ഇല്ല. അപ്പൊ നമുക്ക് എവിടെയൊക്കെ ഈ ഷോറൂം ഉള്ളത് എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ മാത്രം അങ്ങനെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് തന്നെ വരണോ എങ്ങനെയാ? ഇല്ല പറക്കാട്ടിന്റെ ഇനിയിപ്പോ ഇവിടെ എറണാകുളം വുഡ്ലാൻഡ്സിലെ ഈ ഷോറൂമിൽ നിന്ന് എടുത്ത ഓർണമെന്റ് ആയിക്കോട്ടെ, ഇനി നമ്മളുടെ പാറശാല തൊട്ട് കേരളത്തിൽ പാറശാല തൊട്ട് അങ്ങേയറ്റം പാറശാല മുതൽ ഇങ്ങേയറ്റം കാസർഗോഡ് വരെ പറക്കാട്ടിന് ഷോപ്സ് ഉണ്ട്. അപ്പോൾ എവിടെ നിന്ന് എടുത്ത ഓർണമെൻറ്റ്സ് ആണ്. ഇനി അത് കൂടാതെ ബാംഗ്ലൂർ, ഹൈദരാബാദ്, അല്ലെങ്കിൽ നമ്മളുടെ തമിഴ്നാട്, മലേഷ്യ എല്ലായിടത്തും ഷോറൂംസ് ഉണ്ട്. അപ്പോൾ എവിടെ നിന്ന് എടുത്ത ഓർണമെൻറ്റ്സ് ആണെങ്കിലും പറക്കാട്ടിൻ്റെ ഏത് ഷോറൂമിലും സെയിം ഇവിടെ കിട്ടുന്ന അതേ ഓഫേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 2 ഇയറിനുള്ളിൽ 1 ടൈം ഫ്രീ സർവീസ് ഉണ്ട്. അതും തരുന്നില്ല. അപ്പൊ ഓഫേഴ്സ് നമുക്ക് ഒരു ബെനിഫിറ്റ് ആണ്. ഇല്ല, പറക്കാട്ടിന്റെ ഓർണമെന്റ് ഏതെങ്കിലും ഒരിക്കൽ വാങ്ങിക്കഴിഞ്ഞാൽ അത് ലൈഫ് ടൈം യൂസ് ചെയ്യാന്നാണ് നമ്മളുടെ ഒരു സമീപനം. അല്ലാതെ കുറച്ച് നാൾ ഉപയോഗിച്ച് യൂസ് ആൻഡ് ത്രോ അല്ല. അപ്പോൾ 2 ഇയറിനുള്ളിൽ ഇത്രയും കോൺഫിഡൻസോട് കൂടി എന്തുകൊണ്ട് ഇങ്ങനെ പറയണത്? അത്രയും ഫിനിഷിംഗ് ഗോൾഡ് ഇതാന്ന് വെച്ചാൽ നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് നമ്മളുടെ കമ്പനി ട്രേഡേഴ്സ് അല്ല, ഒരിക്കലും അല്ല. സാധാരണ ഇമിറ്റേഷൻ ജ്വല്ലറി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഡൈ ലാക്കറൊക്കെ ചെയ്തിട്ട് അല്ലെ ഒരു കളർ കൊടുത്തിട്ട് അതിന് മീതെ ലാക്കർ ചെയ്തിട്ട് ഈ ഒരു ഓക്സിഡേഷൻ സംഭവിക്കുന്ന രീതിയിലുള്ള പ്ലേറ്റഡ് ഓർണമെന്റ്സ് ആണ് മാർക്കറ്റിൽ നിലവിലുള്ളൂ. അത് ഇടുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും സ്കിൻ അലർജി വരും, അല്ലെങ്കിൽ അതേപോലെ തന്നെ അതിന് അത്ര ലൈഫ് കാണുള്ളൂ. പിന്നെ മുത്തുകളും കല്ലും ഒക്കെ അങ്ങനെ കുറഞ്ഞ ക്വാളിറ്റി ആയിരിക്കും. കാരണം അത് ഒരു ലോ ബഡ്ജറ്റിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള ഒരു റേറ്റിൽ വരുന്നത്. ഇതെന്ന് പറയുന്നത് പറക്കാട്ടിൻ്റെ ഓർണമെൻ്റ് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസോടുകൂടി ഇത് സ്വർണ്ണമാണെന്ന് പറഞ്ഞ് ഇനി ഈവൻ സ്വർണ്ണക്കടക്കാർ പോലും തിരിച്ചറിയില്ല. അതാണ് കാരണം. ഞങ്ങൾ ഗോൾഡ് ജ്വല്ലറി ആയിരുന്നു. നമുക്കറിയാം ഗോൾഡ്, അതിൻ്റെ ഫിനിഷ്, എങ്ങനെയാണ് ആൾക്കാർ ഗോൾഡ് ഉപയോഗിക്കുന്നത്, അല്ലെ എന്താണ് അവരുടെ മനസ്സിലെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് റീഡ് ചെയ്തിട്ട് നമ്മളുടെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നമ്മളുടെ ഗോൾഡ് സ്മിത്ത് വർക്കേഴ്സ് ഹാൻഡ് മെയ്ഡ് ഉണ്ടാക്കുന്ന ഓർണമെൻറ്റ്സ് ആണ് കൂടുതലും. ഇത് കൂടാതെ കൽക്കത്ത ഡിസൈൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചെട്ടിനാട്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾക്ക് എല്ലായിടത്തും ഷോറൂംസ് ഉള്ളതുകൊണ്ട് കേരളത്തിൽ ഒരു പ്രാദേശികമായിട്ട് എവിടെയാണ് ഇപ്പോൾ കാസർഗോഡുള്ളവർക്കാണ് അവിടത്തേക്ക് പറ്റിയ ഡിസൈൻസ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ തമിഴ്നാടാണ്, ചെട്ടിനാട്, അങ്ങനെ ഏത് കളക്ഷൻസും ഉണ്ട് നമുക്ക്. അല്ലാണ്ട് ഈ കേരള ട്രഡീഷണൽ വെയർ ആയിട്ടുള്ള അങ്ങനെ കേരള ട്രഡീഷണൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത്. കാരണം അതിന്നിപ്പോൾ ഗോൾഡിൽ പോലും ചെയ്യാനുള്ള ആളുകളില്ല. അപ്പോൾ അതുകൊണ്ട് മറ്റേതെന്ന് പറയുന്ന കുറേയൊക്കെ നമുക്ക് ഈ ബോംബെ, കൽക്കത്തയൊക്കെ വരും കോമൺ പാറ്റേൺസ്. അതേസമയം ഈ ടൈപ്പ് എന്ന് പറയുമ്പോൾ പറക്കാട്ടിൻ്റെ എന്ന് പറയുമ്പോൾ ഒന്ന് എന്താ പറയുക, ഇങ്ങനെയുള്ള മാംഗോ അല്ലെങ്കിൽ മുല്ലമുട്ട അങ്ങനത്തെ ഇതേപോലെയുള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ടല്ലോ, കാശിൽ വരുന്ന വർക്ക് ഇതുപോലെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗോൾഡിലല്ലാതെ പിന്നെ ഈ ഒരു ഫിനിഷിങ് കിട്ടില്ല. പാലക്കയുടെയൊക്കെ ഗോൾഡ് ചെയ്യുന്ന അതേ സ്റ്റോൺസ് വെച്ചിട്ട് ഇമിറ്റേഷനിൽ വരുമ്പോൾ അതൊക്കെ പ്ലാസ്റ്റിക് ആയിരിക്കും. ഇതെന്ന് പറയുമ്പോൾ ഒറിജിനൽ കല്ലുകളായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ പോലും ആർക്കും തിരിച്ചറിയാൻ സാധിക്കില്ല. കല്ല് നമുക്ക് ഹാർഷ് ആവൂല എന്ന് വെച്ചാൽ ആ ഒരു ഫിനിഷിംഗ് കറക്റ്റ് ആയിട്ട്. പിന്നെ ഈ ട്രഡീഷണൽ വെയറിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ സെയിൽ പർപ്പസ്, ഇതേ സെയിം തന്നെ നമുക്ക് റെന്റിനും കിട്ടുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. അതൊരു ഫസ്റ്റ് ഫ്ലോറിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ മൊത്തം സെയിൽ ഐറ്റംസ് ആണ്. ഇപ്പം ഇത് ഫുൾ ഇവിടുന്ന് നമുക്ക് കാണുകയാണെങ്കിൽ മൊത്തം ആ അറ്റം വരെ ഫുൾ കാണുന്നത് ട്രഡീഷണൽ വെയറുള്ള ഓർണമെന്റ്സ് ആണ്. പക്ഷെ എനിക്ക് ഇവിടെ ഒരു നല്ല അടിപൊളി വെറൈറ്റി പീസ് കാണുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, നോർത്ത് ഇന്ത്യൻ ലുക്കിൽ വരുന്ന ഇതെല്ലാം ക്യൂബിക് സിർക്കോണിയയിൽ ചെയ്തിരിക്കുന്ന സർട്ടിഫൈഡ് ആണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം സർട്ടിഫൈഡ് ആയിട്ടുള്ള. ജസ്റ്റ് നമുക്ക് അതൊന്നും കണ്ടാൽ അത് കാണാം. ഇതുപോലെ തന്നെ വേറൊരു വെറൈറ്റി ആണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഇതുപോലെ ഒരുപാട് ഇവിടെയൊക്കെ കളക്ഷൻസ് കിടക്കണ്ട, അവിടെ ഉണ്ട്. അതിന്റെ തന്നെ വേറൊരു കളർ ചേഞ്ച്, ഇതിന്റെ കളർ ചേഞ്ച് അല്ലേ ഇത്? ഓ അടിപൊളി, എല്ലാത്തിനും സ്യൂട്ട് ആവുന്ന രീതിയിൽ ഇത് കണ്ടില്ലേ. ബാംഗിൾസ് ഒക്കെ സെയിം തന്നെ അതിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഉള്ള മോഡലിൽ ചെയ്തിരിക്കുന്ന ബ്രേസ്ലെറ്റ് ബാംഗിൾ ആണെങ്കിലും ഇനിയല്ലേ ഇനിയിപ്പോൾ ഇവിടെ ഉള്ളത് തന്നെ ഇഷ്ടമായില്ല, നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഡിസൈൻ കാര്യങ്ങളുണ്ടെങ്കിൽ അതും തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? കസ്റ്റമൈസ് എന്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറക്കാട്ടിന് നോ എന്ന് പറയുന്ന ഒരു വാക്കില്ല. അപ്പൊ ഈ സർട്ടിഫൈഡ് ചെയ്തെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സാരീസ് ഒക്കെ ആകുമ്പോൾ സിൽക്ക് മാർക്കോട് കൂടി സാരി എന്ന് പറയാം, അല്ലെങ്കിൽ ഗോൾഡിന്റെ ജ്വല്ലറീസിലൊക്കെ പറയുമ്പോൾ ഡയമണ്ടിന്റെ ഒക്കെ എന്ന് പറയുമ്പോൾ ആ ഒരു ഹോൾമാർക്ക് ചെയ്ത് ഹോൾമാർക്ക് ചെയ്ത് നമ്മളുടെ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം.
ഓക്കെ, നമുക്ക് എന്താ ഒന്ന് സർട്ടിഫൈ ചെയ്തിട്ടുള്ള എന്താ സംഭവം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാട്ടോ. എന്താണ് വരുന്നത് ശരിക്ക് ആ ഒരു ബോക്സും ആ ഒരു ഫിനിഷിങ് എല്ലാതും എല്ലാം എന്താണോ ഗോൾഡ്. ആദ്യം ബോക്സ് ആണ് എടുത്ത് കാണിക്കുന്നത്. ഒരു റോയൽ ലുക്ക് തന്നെയാണ് കേട്ടോ ബോക്സിൽ തന്നെ. ഇപ്പോൾ ബോക്സ് ഞങ്ങളുടെ വെറൈറ്റി ബോക്സ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും. അപ്പോൾ കണ്ടോ റോയൽ ലുക്കിലാണ്, അടിപൊളി ട്ടോ. തുറക്കുമ്പോൾ കണ്ടോ സൂപ്പർ. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഡയമണ്ട് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തു. ഇത് ഡയമണ്ട് അല്ല, പകരം ക്യൂബിക് സിർക്കോണിയ. കണ്ടോ കളർ സ്റ്റോൺസ് ക്യൂബിക് സിർക്കോണിയ. അങ്ങനെ സർട്ടിഫൈ ചെയ്യുന്ന ജെം ലാബ് തന്നെ, നമ്മൾ ഡയമണ്ട് സർട്ടിഫൈ ഇല്ലേ സെയിം ലാബിൽ തന്നെ ജെം ലാബിൽ സർട്ടിഫൈ ചെയ്യുന്നതാണ്. ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ, ഇതെന്താ? അത് സ്റ്റഡിന് വേണ്ടിയിട്ട് രണ്ടെണ്ണം അല്ലേ? ഓക്കെ ഓക്കെ, അതിനാണ് ഈ രണ്ടെണ്ണം വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും ഒരുമിച്ചായിട്ട് അങ്ങനെ പഠിക്കുക. ഇത് നല്ല അടിപൊളി ഡിസൈൻ ആയിട്ടുണ്ട്, നല്ല വെറൈറ്റി ഡിസൈൻ ആയിട്ടുണ്ട്. നല്ല അങ്ങനെ ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് സർട്ടിഫൈ ചെയ്തു എന്നുള്ളത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് കൂടാണ്ട് ബാംഗിൾസ് അല്ലേ? എല്ലാം ഉണ്ട്. ബാംഗിൾസ് അത് എല്ലാം സർട്ടിഫൈഡ് ആണ്. ഓരോന്നായിട്ടും കിട്ടൂല അല്ലേ? പിന്നെ ഒരെണ്ണം സിംഗിൾ പീസ് ആയിട്ടും കാണും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാന്ന് നോക്കിയാൽ ആ ഒരു അതിൻ്റെ ഗോൾഡിന്റെ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ആ ഒരു സ്റ്റോൺസ് നോക്കിയാൽ ഇപ്പോൾ ഡയമണ്ട് മാറി നിൽക്കാവുന്ന അതേപോലുള്ള സ്റ്റോൺസാണ്. അതിൻ്റെ ആ ഒരു കട്ടിങ്ങും ഫിനിഷും സ്റ്റാർ കട്ട്, അതായത് ട്രിപ്പിൾ എ കട്ട്, അങ്ങനെയാണ് ഈ സ്റ്റോൺസിന് പറയുന്നത്. ഇതിന് അപ്പോൾ ഈ ഫിനിഷിംഗ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് റേറ്റും ഉണ്ടാവും. റേറ്റ് നോക്കിയിട്ട് കാര്യമില്ല, ലൈഫ് ലോങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റേറ്റ് കുറഞ്ഞതുകൊണ്ട് നമുക്കൊരു 1000-1500 രൂപയിൽ തുടങ്ങിയിട്ടുള്ള ബാംഗിൾസ്. പിന്നെ സ്റ്റോണിന്റെ വ്യത്യാസം വരുമ്പോൾ അതിനനുസരിച്ചിട്ട് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാലേ ഇതൊന്നും ഇങ്ങനെ വിരിച്ച് കാണുമ്പോഴാണ് ആ ഒരു ഇതൊന്ന് കാണിച്ചേ. അത്രയും വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഇത് കാണാണ്ട് പോയാൽ മിസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കണ്ടോ. പക്ഷെ ഇത് നമ്മൾ ഊർത്തിയിട്ട വളയൊന്നും ചിലപ്പോൾ അതുപോലെ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കല്യാണ പെണ്ണ് വരെ ഇട്ട് കഴിഞ്ഞാൽ അറിയാൻ പോണില്ല, അത്രയും ഫൈൻ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ്. ഇതൊക്കെ സിമ്പിളായിട്ട് നമ്മൾ കുറച്ച് കാണിച്ചിട്ടുള്ളൂ, വെറൈറ്റി ഇഷ്ടംപോലെ ഉണ്ടല്ലോ. പിന്നെ എല്ലാം സ്റ്റേറ്റിലത്തെ ഐറ്റംസ് ഇവിടെ കിട്ടുമല്ലോ അല്ലേ? ഇവിടത്തെയാണ്. ഏത് നാട്ടിലും ലോകത്ത് എവിടെയുള്ള കളക്ഷൻ വേണമെന്ന് വെച്ചാൽ അറബിക്ക് വേണേൽ അറബിക്ക്, അല്ലെങ്കിൽ ഇനിയിപ്പം എന്താ പറയുക എവിടുത്തെ വേണേലും സിംഗപ്പൂർ, ഇറ്റാലിയൻ എല്ലാ കളക്ഷൻസ് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ ഇരിക്കുന്നത് ഇതെല്ലാം നമ്മളുടെ പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യും. പാർട്ടി വെയർ നെക്ലേസസ് എല്ലാം. ഇതെല്ലാം എന്താ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ സ്പെഷ്യലായിരിക്കും. അടിപൊളി അല്ലേ? നല്ലൊരു മാങ്ങര ഡിസൈൻ ആണോ എന്ന് വെച്ചാൽ അത്രയും ഫിനിഷിംഗ്. ട്രഡീഷണൽ ആണോ എന്ന് ചോദിച്ചാൽ ട്രഡീഷണൽ, എന്നാൽ അല്പം കണ്ടില്ലേ സ്റ്റോണും അത്രയും ചെറിയ ചെറിയ നല്ല ഫൈൻ ഫിനിഷിംഗ് ഡയമണ്ട് ഫിക്സിംഗ് ആയിരിക്കും വരുന്നത്. ഇതിന് എല്ലാം കാണുമ്പോൾ ഒക്കെ വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾക്കൊരു കൺഫ്യൂഷൻ ഏതാണ്. നമ്മുടെ ബാംഗിൾസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബാംഗിൾസിന്റെ തന്നെ ഒരു വെറൈറ്റി ഇവിടെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ കാണിക്കാനായിട്ട്. ഇതില് നമുക്ക് ട്രഡീഷണലും ഉണ്ട്, സ്റ്റോണിലും വരുന്നുണ്ട്, പേളിലും വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. എല്ലാ കളർ സ്റ്റോൺസും വരുന്നുണ്ട്. ഇനി ജെൻസിന് പറ്റിയ ബാംഗിൾസ് ഉണ്ട്. അതേപോലെ ഒറ്റവള, നമുക്ക് സാധാരണ ഒറ്റവളൊക്കെ നമ്മൾ കൂടുതൽ ഇവിടെ കേരളത്തിൽ മൂവിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഒരു വെറൈറ്റി എടുക്കുന്നുണ്ട്. ഇപ്പോൾ പേള് ഇതൊക്കെ സർട്ടിഫൈഡ് ആണ് കേട്ടോ. അതായത് റിയൽ പേളായിരിക്കും. റിയൽ പേള് പൊളിഞ്ഞു പോവില്ല. അതാ റിയൽ ഫ്രഷ് വാട്ടർ പേൾസ്. നമുക്ക് വെള്ളത്തിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, കുളിക്കുമ്പോഴും യൂസ് ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത്. പറക്കാട്ടിന്റെ ഓർണമെന്റ്സ് എല്ലാം വാഷബിൾ ആണ്. അതുകൂടി എടുത്ത് പറയാം. സാധാരണ നമ്മൾ പുറമേ നിന്ന് ഇമിറ്റേഷൻ ജ്വല്ലറി മേടിക്കുമ്പോൾ ഒരാവശ്യം കഴിഞ്ഞാൽ അത് ഊരി വെച്ചിട്ട് വേണം ദൈവമേ നനഞ്ഞ, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവും. സ്വെറ്റ്, ഓയില്, വെള്ളം ഒന്നും കുഴപ്പമില്ല. നമ്മൾ പറയുന്നത് യൂസ് കഴിഞ്ഞ് നിങ്ങൾ സോഫ്റ്റ് ബ്രിസിലുള്ള ബ്രഷ് വെച്ചിട്ട് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്തിട്ട് ഉണക്കി സൂക്ഷിക്കുക. ഷാമ്പൂ ഇട്ടിട്ട് വാഷ് ചെയ്യുക. ഇമിറ്റേഷൻ ജ്വല്ലറിയാ ഇത്? ഇമിറ്റേഷൻ അല്ലല്ലോ, ഇതിന്റെ പുറമേ ഉള്ളത് 24 കാരറ്റ് പ്യൂർ ഗോൾഡ്. അതാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടേണ്ടതായിരുന്നു. സാധാരണ ഇമിറ്റേഷൻ ജ്വല്ലറി എന്ന് പറയുമ്പോൾ നമുക്ക് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ ദിവസം കൂടെ കഴിഞ്ഞ പരിപാടി. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഷാമ്പൂ ഇട്ട് നിങ്ങൾ വെള്ളത്തിൽ മുക്കി എടുത്ത് നമ്മുടെ ഡെയിലി വെയർ ആയിട്ട് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ ചെയിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 7 വർഷമെങ്കിലും ആയി എൻ്റെ കഴുത്തേക്ക് കിടക്കുന്ന, ഊരാറില്ല. ഊരി കഴുകൽ പോലും ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. കുളിക്കുമ്പോൾ മാത്രം സമയത്ത് നനയിലും കുളിക്കലും. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഇതിന് ചേരുന്ന ഒരു ലോക്കറ്റാണ്. പക്ഷെ അല്ലെങ്കിൽ താലി ഇട്ടിട്ട് ഇതേ ചെയിൻ തന്നെയാണ് സ്ഥിരം ഉപയോഗിക്കുന്നത്. അല്ലെ നമ്മളുടെ ലെഗ് ചെയിൻ അതൊന്നും മാറ്റില്ലല്ലോ, നമ്മുടെ ഒക്കെ അങ്ങനെ തന്നെ.
ഇത് ആദ്യമേ ഉള്ളത്, പിന്നെ ഉള്ളത്, ഇത് നമ്മുടെ ലക്ഷ്മി ബാംഗിള് കണ്ടോ. ഇതെന്ന് പറയുന്നത് ഇത് ഇതാ കണ്ടോ, അഷ്ടലക്ഷ്മി പോലുള്ള കണ്ടോ. ഇത് എന്ന് പറയുന്നത് ആദ്യകാലത്തെ ട്രഡീഷണൽ ലക്ഷ്മി പിന്നീട് വന്ന കൺസെപ്റ്റ് ലക്ഷ്മി ബാംഗിൾ തന്നെ. അതിനുശേഷം വന്നിരിക്കുന്നത് ഡൾ വർക്ക് ചെയ്തിട്ടുള്ള ലക്ഷ്മി. ഇനി ഇപ്പോൾ ഇതാ ആൻറ്റിക് ഗോൾഡ്, ബ്ലാക്ക് ഗോൾഡ് ഫിനിഷ് ഉണ്ടോ. ഇപ്പോൾ ഒരു ടൈപ്പിൽ തന്നെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ലക്ഷ്മി ബാംഗിളുടെ അടുത്ത. ലക്ഷ്മിയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എന്ന് വെച്ചാൽ ലക്ഷ്മി എന്ന് പറയുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് ഒരുപാട് വെറൈറ്റി കാണിക്കാനുണ്ട്. അതെ അതെ. ഓക്കെ. ഇനി അങ്ങനെ ഇനി ബാംഗിൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ സൈസസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ഏത് സൈസും അവൈലബിൾ ആണ്. ഏത് സൈസ് 2.6, 2.8, 10 എല്ലാം അവൈലബിൾ ആണ്. 2 വേണമെങ്കിൽ 2 കിട്ടും. ഇനി അതല്ല കസ്റ്റമൈസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യണം. അതെ, കൈ ഇങ്ങോട്ട് കാണിച്ചാൽ മതി. ഇപ്പൊ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡൻ ബാംഗിൾസ് തൊട്ട് തുടങ്ങിയിട്ട് ഇനി ഇങ്ങോട്ട് നോക്കിക്കോ. ഇവിടെ നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റംസ് അല്ലേ. പക്ഷെ ഇതൊക്കെ സ്വർണ്ണക്കടയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ഹെവി കാണുമ്പോൾ നമുക്ക് ഒരു പേടിയാണ്, അയ്യോ തൂക്കം കൂടിയോ തൂക്കം കൂടിയോ. ഇവിടെ ആ ഒരു ടെൻഷനേ ഇല്ല. ആ ഒരു എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുവർണ സ്വപ്നം. അതെ, നമ്മൾക്ക് വെയിറ്റ് നോക്കണ്ട. കണ്ട, ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഈ ബാഗ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് ട്രെൻഡി ആയിട്ട് നന്നായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു ബാഗാണ്. കസ്റ്റമറിന് താങ്ക്സ് പറയണം. അതെ 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 അതെ. അങ്ങനെ മിക്കതും അതെ. ആരെങ്കിലും ഇതുപോലെ കസ്റ്റമേഴ്സ് തന്നെ നമ്മളോട് പറയും, ഇതാ ഇനി പാലക്ക വേണമെങ്കിൽ ഒരു ഫുൾ ഏത് ഫംഗ്ഷനായാലും അതിൻ്റെതായിട്ട് രീതിയിൽ പാലക്കയില് നോക്കിക്കോ. ഇവിടെ പാലക്കയുടെ വെറൈറ്റി കളേഴ്സ് എല്ലാ കളറിലും അവൈലബിൾ ആണ് പാലക്ക. അത് എല്ലാ ഒത്തിരി എന്താ പറയാ, ഇതിന്റെ ഇതിപ്പോ ഇവിടെ ഇരിക്കണത് നോക്കണ്ട കേട്ടോ. ഇപ്പൊ ഉള്ള സ്പേസിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു എന്ന് മാത്രമല്ല, ഇത് കൂടാണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഈ പാലക്കയ്ക്ക് പറ്റിയിട്ടുള്ള അതിന്റെ ചെയിനും ഉണ്ട്. അതിന്റെ ചെയിൻ ഉണ്ട്, നമ്മൾക്ക് ജിംകാസ് ഉണ്ട്. ഇതെനിക്ക് തോന്നുന്ന പാലക്കര ഫുൾ സെക്ഷൻ ആണെന്ന് തോന്നുന്നത്. ഒരു കുറച്ച് സ്പെഷ്യൽ എന്ന് വെച്ചിരിക്കുന്ന ആ പാലക്കര ഒരു സെക്ഷനാണ് ഈ മൊത്തം. ചേച്ചിക്ക് മാറണം, ചേച്ചി മാറിയാലേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ചേച്ചി ഒന്ന് അങ്ങോട്ട് നീങ്ങേ. താങ്ക് യു കേട്ടോ ചേച്ചി. അപ്പൊ ഇത് ഫുൾ പാലക്കര ഒരു സെക്ഷൻ എന്ന് വെച്ചാൽ ട്രഡീഷണൽ വെയർസ് ആണ്. അതില് ചെറിയ കാശ്മാല വരും, കാശ്മാല ഉണ്ട്, മാംഗോ ഉണ്ട്, എല്ലാം ഉണ്ട്. സൂചി മുല്ല, അങ്ങനെ എല്ലാ കളക്ഷനും ഉണ്ട്. ജുംക്ക വലിയ വലിയ ജുംക്കൊക്കെ ഇരിക്കുന്നുണ്ട്. ചെറുതുണ്ട്, പാലക്കയുടെ തന്നെ ഒരു വെറൈറ്റിയിലെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, കാണുമ്പോൾ മാത്രമേ ഹെവി ഉള്ളൂ കേട്ടോ. ലൈറ്റ് വെയിറ്റ് അതുപോലെ നമ്മൾ തിന്നായിട്ട് ഡിസൈൻ ചെയ്ത് ചെയ്യുന്നതാണ്. അതിന്റെ നല്ല വലിയ ഇത് നല്ല വലിയ. പക്ഷെ അത് കാണുമ്പോ അത്ര പിടിച്ചു നോക്കിയേ, അതിന് ഒട്ടും വെയിറ്റ് ഇല്ല. അതെന്താ വെളുത്തുള്ളിയുടെ തോലി എനിക്ക് തന്നാ ഗോൾഡിന് വരുന്ന പോലെ തന്നെ അതേ സെയിം ഫിനിഷിങ്ങില്. ഇതൊക്കെ ശരിക്കും എടുത്ത് കാണിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഫിനിഷിങ് ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്യുന്ന എല്ലാ ഹാൻഡ് വർക്കാണ്. അടിപൊളി കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ ഇനി ഇവിടെ കുറെ ഐറ്റംസ് ഇരിക്കുന്നത്. ഇതൊക്കെ പെൻഡന്റുകൾ ഉണ്ടാവും. ഇപ്പം ഇതൊക്കെ നമ്മുടെ ഒരു ആലിലെ കണ്ണൻ വരുന്നത്. ഇതൊക്കെ അല്പം റെയർ കളക്ഷൻസ് ആണ്. ഗോൾഡ് സ്മിത്ത് വർക്കേഴ്സ് ഹാൻഡ് വർക്ക് ചെയ്യുന്നതാണ് ഇതെല്ലാം. ഇത് ഫുള്ളില്ലേ? ഇത് ഹെവി ആണോ ചോദിച്ചാൽ ഹെവി അല്ല കേട്ടോ. കാണുമ്പോൾ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിലൊക്കെ ഇങ്ങനെയാണ്. പക്ഷെ എന്നാൽ ബെൻഡ് ആവില്ല. അത് അത്രയും പക്ക ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ആ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. മയിൽ ഒറിജിനൽ സ്റ്റോൺസ് ആയിരിക്കും യൂസ് ചെയ്യുക. സെയിം ആ ഗോൾഡിൽ വരുന്ന ആ ഒരു അതേപോലെ തന്നെ കണ്ടോ. പാലക്കടയൊക്കെ ഡിഫറെൻറ്റ് നാഗപടം വെറൈറ്റി. ഇനി ഇതൊന്നും വേണ്ട, നമ്മളുടെ ഡയമണ്ട് പാറ്റേണിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള പെൻഡന്റുകൾ. ഇനി ഇതൊരു സംഭവം എടുത്തേ, ക്രോസ്. അത് അത്യാവശ്യമാണ്. കുറെ പേര് അങ്ങനെയാണെന്ന് വെച്ചാൽ കൊന്തയൊക്കെ നമ്മൾ സ്വർണം കൊണ്ട് ഉണ്ടാക്കുന്ന സംഭവം ഉണ്ട്. അത് ഇങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയിടാം. അത് നമുക്ക് പറഞ്ഞാൽ മതി, അതിനനുസരിച്ച് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെയും ഇവിടെ കുറെ പേളൊക്കെ വെച്ചിട്ട് സിമ്പിൾ പേള്, സിംഗിൾ പേളിൽ ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ യൂത്തിന് പറ്റിയിട്ടുള്ള കളക്ഷൻസ് അല്ലേ. ഇനി അതേപോലെ തന്നെ ലെറ്റർ നമ്മുടെ ആൽഫബറ്റ് ഇട്ടിട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൽഫബറ്റിലുണ്ട്, അതുപോലെ തന്നെ ക്രോസ് വേണമെന്ന് വെച്ചാൽ ചെറുതും ഉണ്ട് കേട്ടോ. നമ്മൾ ക്രോസ് ഉണ്ട്. ഇതുപോലെ നമ്മൾ പേരെഴുതി പെൻഡന്റുകളെല്ലാം ചെയ്യും. ഈ ചെറിയ ക്രോസുകൾ കണ്ടോ, ക്യൂട്ടായിരിക്കും, എലഗന്റ്. എന്താണോ ഗോൾഡില്
സെയിം അതേ ലുക്കിലോടും അതേ ഫിനിഷിങ്ങോട് കൂടിയിട്ട് അല്ലേ? അങ്ങനെയുള്ള എല്ലാ എന്ത് ടൈപ്പും. ഇനി താലി ഉണ്ട്, ഇത് താലിയോ? താലി ഉണ്ടല്ലോ. ഇതാ ഇനിയിപ്പോൾ അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ താലി, ഓം താലി, ഇത് ശിവത്താലി ഇല്ലേ, ശിവത്താലി എന്ന് പറയുന്നത്. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിക്കുമ്പോ ചെക്കൻ്റെ വീട്ടുകാരെ ഒരച്ചു നോക്കേണ്ട അവസ്ഥയില്ല പെണ്ണുകളുടെ സ്വർണ്ണം. എക്സാക്ട്ലി. ഇത് നോക്കിയേ, ഒരച്ചാലൊന്നും പറക്കാട്ട് അറിയാൻ പറ്റില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങനെ അറിയൂല, ഒരച്ചാല് പോവില്ല. ഒരച്ചാലും കാരണം അതിൽ ഗോൾഡാണ് പുറമേ വരുന്നത്. പുറമേ വരുന്നത് ഗോൾഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഉറച്ചാലും പെട്ടെന്ന് പോയില്ല. അപ്പൊ ഇനി ചെക്കൻ പെണ്ണിനെ അറിയാണ്ട് വിൽക്കാൻ പോയാലാണ് പിടിക്കുള്ളൂ, അല്ലാത്ത പക്ഷം ഒന്നൊന്നും ഒരച്ചാൽ അറിയാൻ പറ്റില്ല. അതായത് എന്താ നമ്മുടെ പാർട്ടി വെയർ ആയിട്ടുള്ള ജെൻസിനും ലേഡീസിനും ഉപയോഗിക്കാവുന്ന ഒരു ബ്രേസ്ലെറ്റാണ്. ജെൻസിനില്ല എന്ന് വിചാരിക്കണ്ട, ഇതേപോലെയുള്ള കണ്ട. ഇനി നിങ്ങളുടെ എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഇങ്ങനെ ഏത് മോഡൽ യൂത്തിനൊക്കെ പറ്റിയ, അതായത് യൂത്തിന് സിമ്പിൾ ആയിട്ടുള്ളത് ചെറിയത്, ഇത് യൂത്തിന് പറ്റിയിട്ടുള്ളത്, അങ്ങനെ വെറൈറ്റികൾ നോക്കുകയാണെങ്കിൽ ഒരുപാട്. ഇതൊക്കെ സെയിം നമുക്ക് ഈ പല ഷോപ്പുകളും പല സ്ഥലത്ത് സെയിം പർക്കാട്ട് എന്നുള്ള പേരിലുണ്ട്. അവിടെ എല്ലായിടത്തും പോയാലും ഈ എല്ലാം ജ്വല്ലറീസ് കിട്ടും. ഇത് കൂടാണ്ട് കസ്റ്റമൈസ് അവിടെയും ചെയ്യൂലോ എല്ലായിടത്തും. ഇനി എനിക്ക് ഒരു സംശയം കൂടി ചോദിക്കാണ്ട്, ഈ ബ്രൈഡ് നമ്മളിപ്പോ ഇവിടുന്ന് എടുത്ത് പോയി കഴിഞ്ഞാൽ ഇത് ഇത്ര ദിവസത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ മാറ്റിയെടുക്കാന്നുള്ള ഓപ്ഷൻസ് ഇല്ലേ? അത് നമുക്ക് എല്ലാം കടയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഷോപ്പിലും ഏത് ഷോപ്പിൽ പോയാലും നമുക്ക് അവിടുന്ന് വേറെ എക്സ്ചേഞ്ച് ചെയ്ത് ഓക്കെ. അപ്പൊ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്തിനും ഇവിടെ എറണാകുളത്ത് നിന്ന് വാങ്ങിയിട്ട് നേരെ തിരുവനന്തപുരം പോയി അത് എക്സ്ചേഞ്ച് ചെയ്യണേ, അവിടെ എക്സ്ചേഞ്ച്. ഇനി കല്യാണ ചക്കൻ അവിടെ ആണെങ്കിൽ പിന്നെ അവിടേക്ക് ബ്രൈഡ് കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം കല്യാണം കഴിച്ചാൽ അവിടെ കൊണ്ടുപോയി ചേഞ്ച് ചെയ്താൽ മതി. എല്ലാത്തിനും സൗകര്യം ഒരുക്കി തന്നിട്ടുണ്ട്. ലൈഫ് ലോങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല ലൈഫ് ടൈം സർവീസും ഉണ്ട് പറക്കാട്ടിൻ്റെ കേട്ടോ. ലൈഫ് ടൈം ആണ് സർവീസും പറക്കാട്ടിൻ്റെ. 2 ഇയറിനുള്ളിൽ 1 ടൈം ഫ്രീ സർവീസ്. ഈ ഫ്രീ സർവീസ് എന്ന് പറയുമ്പോൾ എന്താ പെടണത്? ഒന്നുമില്ല, നമ്മളിപ്പോൾ അവർക്ക് എന്തെങ്കിലും കാരണവശാൽ പൊട്ടിപ്പോവോ ഒടിയോ അല്ലെങ്കിൽ വല്ല കല്ല് പോവോ മുത്ത് പോവോ, ഇനി ഈവൻ നല്ല ഡീപ്പ് സ്ക്രാച്ച് വന്നാൽ മാത്രമേ പറക്കാട്ടിൻ്റെ ജ്വല്ലറിക്ക് ഒരു തേയ്മാനം കൊണ്ട് മാത്രമേ പോകുള്ളൂ. ഡീപ്പായിട്ട് ഇങ്ങനെ ഒരഞ്ഞുകൊണ്ടിരുന്ന അപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവർക്ക് കൊണ്ടുവന്ന് 2 ഇയറിനുള്ളിൽ 1 ടൈം ഫ്രീ ആയിട്ട് സർവീസ് കൊടുക്കും. പിന്നെ ലൈഫ് ടൈം പെയ്ഡായിട്ട് സർവീസും ഉണ്ട്. ഒരിക്കൽ വാങ്ങിയ ലൈഫ് ടൈം. അതാണ് പറക്കാട്ട്. അതായത് കുട്ടികളുണ്ട് വീട്ടിൽ, കുട്ടികളുണ്ടായി എന്തായാലും ചെയ്യും പിടിച്ച് വലിക്കാതെ അങ്ങനെയുള്ളൊരു ഇത് വരുമ്പോൾ മാത്രമാണ് ആ ഒരു പൊട്ടി പോകുന്ന ചാൻസ് അല്ല. അല്ലാണ്ട് വർക്ക് ചെയ്യണതിൽ ഒരു കോംപ്രമൈസ് ചെയ്യില്ല. അത്രയും പക്ക ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഇനി കാണിക്കാനുള്ളത് കുറേ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഞാനൊരു ഇത് ക്യൂട്ടായിട്ടുള്ള നല്ല നല്ല സ്റ്റോണിൽ വരുന്നുണ്ട്, ഹെവിയിലും വരുന്നുണ്ട്, അങ്ങനെ വെറൈറ്റികൾ ഹാർട്ട് ഷേപ്പ് തൊട്ട് തുടങ്ങിയിട്ട്. അപ്പൊ ഇനി ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമുക്ക് നല്ലൊരു ഓപ്ഷനും കൂടിയാണ് അല്ലേ? കല്യാണ പെണ്ണ് ചെക്കൻ അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൂടാണ്ട് നമുക്കൊരു ഗിഫ്റ്റ് അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. ഇത് കണ്ടോ, ഇത് മറ്റൊരു സ്പെഷ്യൽ കണ്ടോ, ഇത് അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. രത്ന കളക്ഷൻ എന്ന് പറയും, പറക്കാട്ടിന്റെ രത്ന കളക്ഷൻ. അപ്പൊ ഈ സ്റ്റോൺ സെയിം അത് തന്നെയാണ് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റോൺസും. ഇത് ഡയമണ്ട് ആയിരിക്കില്ല, പകരം ക്യൂബിക് സിർക്കോണിയ, സർട്ടിഫൈഡ് ആയിട്ടുള്ള ക്യൂബിക് സിർക്കോണിയ, AAA സ്റ്റാർ കട്ട് സ്റ്റോൺസ്. പിന്നെ ബാക്കി എല്ലാം ഈ സ്റ്റോൺസ് എല്ലാം എന്താ പറയുക, നമ്മുടെ മരതകം പുഷ്യരാഗം ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. നമ്മൾ ഗോൾഡിൽ കിട്ടുന്ന ഒരു സെയിം തന്നെ, ഗോൾഡിൽ കിട്ടുന്ന അതേ സ്റ്റോൺസ്. ഒള്ളി ഈ ഡയമണ്ട് മാത്രം AAA സ്റ്റാർ കട്ട് AD സ്റ്റോൺ. എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാം ഒറിജിനൽ ആയിരിക്കും, ഡയമണ്ട് മാത്രം. അതെ, ഒരു ഡൂപ്പും നമുക്ക് പറക്കാട്ട് എന്ന് പറയുമ്പോൾ പക്ക പെർഫെക്ഷൻ ഒറിജിനൽ. അതൊക്കെ സർട്ടിഫൈ ചെയ്യുന്ന കേട്ടോ, ഇതേപോലെ സർട്ടിഫിക്കേഷൻ ഉള്ളതാ. ഇത് കണ്ടോ, അതിന്റെ സർട്ടിഫിക്കേഷൻ ആണ് ഇത് വരുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. കസ്റ്റമൈസ് ചെയ്യുമ്പോഴും ഈ ഒരു സംഭവം കിട്ടൂല്ലോ അല്ലേ? കസ്റ്റമൈസ് ചെയ്തും ചെയ്ത് കിട്ടും. ഓക്കെ. അപ്പോൾ അത് വീണ്ടും വീണ്ടും എടുത്ത് പറയാം. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് സാധാരണ സിംഗിൾ ആയിട്ടുള്ള ഒരു ചെയിൻ നമുക്ക് വീട്ടിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത്, നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ അതാണല്ലോ, അതാണ് നമ്മുടെ കേരളത്തിലത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഡെയിലി പറക്കാട്ടിനെ അന്വേഷിച്ച് ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ വരുന്നത് താലിമാല ഉണ്ടോന്ന് പണയം വെച്ചിട്ട് ഓടി അല്ല വിറ്റിട്ട് ഓടി. സെയിം സാധനം വേണല്ലോ, 1 ഗ്രാം പോലും വ്യത്യാസം വരാൻ പാടില്ല. അപ്പോൾ അതായത് കണ്ടോ, ഓഹോ താലിമാലയിലല്ല സെയിം. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അതേപോലെ ഉണ്ടാക്കി അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് ഇട്ട് വരും. അല്ലെ ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ കാണിച്ചിട്ടായിരിക്കും സെയിം തന്നെ
ഇവിടെ എടുത്തു വെച്ചിട്ട് പോവും, അല്ലെങ്കിൽ അത് നമ്മൾക്ക് തന്നതിൻ്റെ വെയിറ്റ് സഹിതം നോക്കി ചിലപ്പോൾ സൈസ് ഒക്കെ നമ്മളെ കൊണ്ട് എല്ലാം നോട്ട് ചെയ്യിച്ച് ഞങ്ങൾ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് കൊണ്ടുപോയി വിറ്റിട്ട് അല്ലെ പണയം വെച്ചിട്ട് നേരെ ഇവിടെ വന്ന് ആ കാശ് കൊണ്ടുവന്ന് സിമ്പിളായിട്ട് അത് വാങ്ങിയിട്ട് പോകും. അതന്നെയാണ് ഏറ്റവും കൂടുതൽ ശരിക്കും. പിന്നെ ആളുടെ 8 വർഷമായിട്ട് എൻ്റെ താലിമാല പറക്കാട്ടോ. ഞാൻ സ്വർണ്ണം ഉപയോഗിക്കാറില്ല, ഇതൊന്നും ഗോൾഡ് അല്ല. ആളെൻ്റെ കൂടെ ഒരു 20-25 വർഷമായിട്ടുള്ള ആളാണ്. അപ്പം ആളുടെ കല്യാണത്തിന് 18 വർഷം മുമ്പ് അല്ലേ? കല്യാണത്തിൻ്റെ സമയത്ത് നമുക്ക് ഒന്ന് കല്യാണം കഴിഞ്ഞിട്ടാണ്, കുറച്ചാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ താലിമാല ഇടാനുള്ളൊരു ഇതില്ല, സാഹചര്യമില്ല. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഞാനൊരു മാല ഇവിടെ നിന്ന് വാങ്ങിച്ച് 3600 രൂപയാണ് അന്നത്തെ റേറ്റ്. പക്ഷേ ഇന്നും ആ മാല തന്നെയാണ് എൻ്റെ താലിമാല. ശരിക്കും എനിക്ക് തോന്നുന്നു കമ്പനിക്ക് പോലും ഇപ്പം അത്ഭുതമായിട്ടുണ്ട്. ഞാനിപ്പോൾ സാരി മാറാൻ പോയപ്പോൾ അതോട്ട് എടുത്തു വെച്ചിരിക്കും. അപ്പൊ അന്ന് തൊട്ട് ഇവിടുത്തെ പറക്കാട്ടിലത്തെ സ്വന്തം ഇൻചാർജും കൂടി ആയിരുന്നു. കുറെ നാളായിട്ട് ഇവിടെ ഉണ്ടല്ലോ. അതെ. അപ്പൊ ചെയിനും അങ്ങനെ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. താലി വരെ ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ നമ്മുടെ ഇതെന്ന് പറയുന്ന എല്ലാം നമ്മൾ ഫ്രഷ് വാട്ടർ പേള്, കോറൽ അല്ലെങ്കിൽ എല്ലാ സ്റ്റോൺസും ഉണ്ട്. ബ്ലാക്ക് ഒണിക്സ്, അങ്ങനെ ഏത് സ്റ്റോണിൽ വേണേലും ഉള്ളത് നമുക്ക് ഡെയിലി നമ്മൾ കുളിക്കുമ്പോഴും ഇത് ഇട്ടുകൊണ്ട് ഉപയോഗിക്കാം. കളയണം എന്നുണ്ട് കേട്ടോ. അതിനാണ് ഷാമ്പൂല് 10 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് ബ്രഷ് ചെയ്യാൻ പറയുന്നത്. വെറുതെ സാധാ ഷാമ്പൂ ഷാമ്പൂല് നമ്മൾ ഇട്ട് വെച്ചിട്ട് അതൊന്ന് 10 മിനിറ്റ്. ഞാനിപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അത് ഞാൻ ചെയ്തു ശീലിച്ചിട്ടുള്ളതാണ്. കയറ് ബിരിമാലയാണ് എൻ്റെ മാല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏകദേശം എന്തായാലും അഴുക്ക് കയറും. പക്ഷേ ഞാൻ കുളിക്കുന്ന സമയത്ത് ഇടാറില്ല, കാരണം സോപ്പൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് അഴുക്കായിട്ടിരിക്കുമല്ലോ. അതുകൊണ്ട് പണിയെടുക്കാനുള്ള മടി, ബ്രഷ് ചെയ്യണ്ടേ. എന്നാലും അത് ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു ശീലം എൻ്റെ കൂടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് വാഷ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഷാമ്പൂല് 10 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് ബ്രഷ് ചെയ്തെടുക്കും. വീണ്ടും ആ ഒരു പുതുമോട് കൂടിയിട്ട് കിട്ടും. പുതുമോട് നല്ല റിയൽ ഗോൾഡായിട്ട്. ഇപ്പോഴും ആർക്കും അറിയത്തില്ല അത് ഗോൾഡ് അല്ലാന്ന്. പിന്നെ വേറൊരു സംഭവം ഇതിൽ നിന്ന് അറിയാട്ടോ, അതെ വീഡിയോ കൂടെ കയറി പോയിട്ട് അല്ല, അത് അറിഞ്ഞാൽ ഞാൻ അഭിമാനത്തോടെ പിന്നെ തീർച്ചയായിട്ടും വേറൊന്നുണ്ട്. അതിലെനിക്ക് നന്നായിട്ട് വിഷമം തോന്നിയൊരു കാര്യമുണ്ട്. ഞാനിപ്പോൾ ഇത്രയും വർഷമായി ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. പലരും ഇവിടെ വന്ന് നല്ല വില കൊടുത്തിട്ടാണ് ഈ സാധനം വാങ്ങിക്കുന്നത്. 10,000-ഉം 20,000 ഒക്കെ കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോകുന്ന സാധനം ആരും അറിയരുതെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് നേരെ തിരിച്ചാണ്. നമ്മളിപ്പോൾ 3 ലക്ഷം രൂപ കൊടുത്തിട്ട് വാങ്ങി എടുക്കണ ഒരു ഭംഗി 3600 രൂപയ്ക്ക് എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെയാണ് പറയണത് ഇത് പറക്കാട്ടാ. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ 3600 ചിലവാക്കിയിട്ടുള്ളൂ, പക്ഷേ ലുക്ക് കിട്ടി. 3 ലക്ഷം രൂപ ചിലവാക്കി കിട്ടുന്ന ഭംഗി നമുക്ക് 3600 കിട്ടിയെന്ന് പറയുന്നത് അത് വാല്യൂ അല്ലേ? അതെ, അത് വാല്യൂ തന്നെയല്ല. പിന്നെ നമ്മൾ പുറമെ ഇപ്പൊ കുറെ ഇമിറ്റേഷൻ ജ്വല്ലറി ഒക്കെ കണ്ടിട്ടുണ്ടാവും, 1 ഗ്രാമിന്റെ. പക്ഷെ അതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റില്ല, ഊരി വെക്കണം, വെള്ളം തട്ടാൻ പാടില്ല, അങ്ങനത്തെ കുറെ പ്രശ്നം. പൊളിഞ്ഞു പോവും, സ്കിന്നില് റാഷസ് വരും, ചിലപ്പോൾ ചൊറിയാനുള്ള ചാൻസസ് കൂടുതൽ. ചിലർക്ക് ഇമിറ്റേഷൻ ഉപയോഗിക്കാനേ പറ്റില്ല. പക്ഷെ ഇമിറ്റേഷനും ഗോൾഡും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഗോൾഡും പറക്കാട്ടും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഞങ്ങളെല്ലാവരും തന്നെ ഇപ്പൊ ഭീമ, ജോസ്കോ, അങ്ങനെ എല്ലാ കടകളും പറഞ്ഞു കഴിയുമ്പോൾ അടുത്തത് നെക്സ്റ്റ് പറക്കാട്ട്. അതിന്റെ ഇതിലേക്ക് നിൽക്കുന്നത് പറക്കാട്ടാണ്. ഒരിക്കലും ഞങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ജ്വല്ലറിയുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം അവിടുത്തെ ഒരു വർക്കും ഇവിടെ ഇല്ല, എല്ലാം റിയൽ ആയിട്ട്. ഞാൻ ജ്വല്ലറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം മാമിനും ആദ്യം ജ്വല്ലറി ഫീൽഡായിരുന്നു. അവിടെ തൊട്ടേ ഞാൻ ശരിക്കും ഈ ഫാമിലി അറിയും. അപ്പം അവിടെ വെച്ച് തൊട്ട് ഇത് സാറിനെ, പ്രകാശ് സാറിനെ അറിയണതാണ്. ഈ ഗോൾഡ് എന്താണെന്ന് ഞാനും അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഈ പ്രൊഫഷനോട് ഇഷ്ടമായിട്ടാണ് ജോബ് ചെയ്യാൻ വന്നത്. ഇപ്പോഴും ഞാനിവിടെ നിൽക്കുന്നത് 22-25 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ ജോലിയെ ശരിക്കും ആസ്വദിച്ചിട്ടാണ്. പിന്നെ ഞങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാനൊരു മാഡം ഉണ്ട്. നമുക്ക് പെണ്ണുങ്ങളുടെ ആഭരണങ്ങളല്ലേ ഇതൊക്കെ പണിത് കൊടുക്കുമ്പോഴും അവർ വരുന്ന ഓർഡർ പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾക്കത് മനസ്സിലാകുന്നു, അത് അവർ പറയുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുന്നു. അതിന് പറ്റിയ ഒരു കമ്പനി സ്റ്റാഫുകളും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഞങ്ങൾക്കുണ്ട്. ഫുൾ സപ്പോർട്ടായിട്ട് മാഡം ഉണ്ട്. നമുക്ക് പറ്റും, അതാണ് ഏറ്റവും വലിയ സാധാരണ എന്ന് പറഞ്ഞാൽ ഈ ഇമിറ്റേഷൻ ജ്വല്ലറിയിലൊക്കെ ഇത് കറുത്തു പോയില്ല എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് 10 ദിവസം കഴിയുമ്പോൾ പ്രോബ്ലം ആയിട്ട് വന്ന് എന്നും അതിനൊരു അടി ബഹളം, കസ്റ്റമേഴ്സ് വന്നിട്ട് ബഹളം ഒച്ചപ്പാടൊക്കെ ആയിരിക്കും. ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് നുണ പറയണ്ട. അല്ലെങ്കിൽ പിന്നെ ഇത്ര വർഷം ഇപ്പം ഞാൻ അഭിമാനത്തോടെ മാമിൻ്റെ അടുത്ത് ആദ്യം ഞാൻ ഇവിടുത്തെ ഇൻചാർജ് ആണെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഒരു ബ്രാഞ്ചിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കൊടുക്കണം. ഒരു ഇൻചാർജിന് അങ്ങനെ ഒരു ഡ്യൂട്ടി ഉണ്ട്. എനിക്ക് ഇന്ന് വരെ വിഷമം തോന്നിയിട്ടില്ല, കാരണം എനിക്ക് നോണ പറയേണ്ടി വരുന്നില്ല. സാധാരണ ഒരു മാനേജർ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഒളിച്ചിരിക്കും, മാനേജർ എന്തെങ്കിലും വല്ല തല്ലി കിട്ടുമെന്ന് മേടിച്ചില്ല. നല്ല സന്തോഷത്തോടെ മുന്നിലോട്ട് ഇറങ്ങി ചെല്ലും. എനിക്ക് അത് തന്നെയാണ് ഇഷ്ടം. കാരണം ഇതിൽ നമുക്ക് ചെയ്യാൻ ഒത്തിരി കാര്യമുണ്ട്. പിന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മൂവിങ് ഐറ്റംസ് എന്ന് പറയുന്നത് ഈ ഒരു ചെയിൻ ഐറ്റം ഉണ്ട്. ഇതിൽ ചെയിനും ഉണ്ട്,
ഡെയിലി വെയറിന് ഉപയോഗിക്കുന്ന കമ്പി വളകളൊക്കെ ഇല്ലേ നമ്മുടെ പ്ലെയിൻ പിന്നെ ബാങ്കിൾസ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ മെയിൻ കസ്റ്റമർ എന്ന് പറയുന്നത് ബ്രൈഡ് തന്നെയാണ്, കല്യാണ പെണ്ണുങ്ങൾ തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, അവരെ സംബന്ധിച്ച് പഴയ കാലത്ത് ഇപ്പം നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞ് ചെല്ലണ വീട്ടിൽ തന്നെ താമസിക്കണേ, അപ്പോൾ അവിടെ തന്നെ സൂക്ഷിക്കാം. പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോൾ താമസിക്കുന്ന അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ഗോൾഡും കൊണ്ട് കൊണ്ടു നടക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ക്യാഷായിട്ട് വീട്ടിൽ നിന്ന് കൊടുത്താൽ മതി, അത് അവരുടെ അക്കൗണ്ടിൽ കിടക്കും, ഫിക്സ്ഡ് ആക്കി ഇടും. അപ്പോൾ ഇതുകൊണ്ട് അത് അവർ ഇങ്ങോട്ടാ പറയണത്, നമ്മൾ അങ്ങോട്ടല്ല. എനിക്ക് മിക്കതും ഇന്റർനാഷണൽ കോളുകളാണ്, കാരണം എല്ലാവരും ഗൾഫിലൊക്കെ ആയിരിക്കും ജോലി, അല്ലെങ്കിൽ നഴ്സായിട്ടൊക്കെ പലയിടത്തും ജോലിയുണ്ട്. ആ ജോലിയിൽ ഇരിക്കുന്ന അവിടെ ഇരുന്നുകൊണ്ടാണ് ഗോൾഡ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇത് ഞങ്ങൾ കല്യാണമാണ് ഫിക്സ് ചെയ്തു, എങ്ങനെ സൊല്യൂഷൻ, ഇവിടുത്തെ പറക്കാട്ടിൻ്റെ ഓർണമെന്റ്സ് കാണണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓൺലൈൻ എൻക്വയറി വരും. വീഡിയോ കോൾ ചെയ്യാൻ പറ്റും. പിന്നെ വീഡിയോ കോൾ ചെയ്ത് രാത്രി 12 മണിക്ക് ഞാനിരുന്ന് സെയിൽ ചെയ്യും. അവരുടെ ടൈം നമ്മുടെ ടൈം വ്യത്യാസം ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പൊ ഇപ്പൊ അവിടേക്ക് ഉണ്ടെന്ന് പറയുന്നു ഷോപ്പ്, എന്നാലും ഇവിടുന്ന് അങ്ങനെ അയച്ചു കൊടുക്കും. അയച്ചു കൊടുക്കണേ കൊടുക്കും, പക്ഷെ കൂടുതലും അവര് കല്യാണത്തിന് ഇങ്ങോട്ടാ വരിക. അപ്പൊ അവര് എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടാ വരിക, നേരെ ഇവിടെ വന്നിട്ട് ചിലപ്പോ ഇവിടെ വെച്ച് ഡ്രസ്സപ്പ് ചെയ്ത് അങ്ങനെയും കൂടെ. എനിക്കുണ്ട് ഇപ്പൊ പുതിയ മെയിൽ എനിക്കൊരു ശരിക്കൊരു വെഡിങ് കസ്റ്റമർ വരുന്നിട്ടുണ്ട്. അവര് വെളുപ്പിന് 3 മണിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് അടക്കം ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുന്ന പറയുമ്പോ അതിന്റെ ഒരു ഗുഡ് സെന്റർ നമുക്ക് ഇവിടെ ശരിക്കും നമ്മളുടെ ആഭരണങ്ങൾ ഇവിടെയുണ്ട്, ഫ്ലോർ ഇവിടെയുണ്ട്, ഡ്രസ്സ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, മേക്കപ്പ് ഉണ്ട്. അപ്പോൾ അവർ കോഴിക്കോട് എവിടെയാണെന്ന് തോന്നുന്നു, കല്യാണം ഇവിടെ വെച്ചാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് വരുന്നതും കോഴിക്കോട് നിന്നാണെന്ന് പറയുന്നു. അപ്പോൾ അവരിവിടെ വരും, വെളുപ്പിന് 3 മണിക്ക് എത്തും. അത് കഴിഞ്ഞ് അവർ മേക്കപ്പ് ചെയ്യും. മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ 7 മണിയാവുമ്പോൾ റെഡി ആവാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് പോകും, അതിന് വരെയുള്ള സംവിധാനം അതുണ്ട് ശരിക്കും. അപ്പൊ ഇനി വീട്ടിൽ പോകണ്ട, അല്ല ഞങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. ഒരു പ്രാവശ്യം വന്നോളൂ, കറക്റ്റ് ഇത് ഫീൽ ചെയ്യും. കല്യാണം കഴിഞ്ഞു പോയി, അതെന്താ വീണ്ടും ബ്രൈഡ് ആവാൻ. ഞാൻ കഴിഞ്ഞ ദിവസം ബ്രൈഡായിട്ട് ഒരുങ്ങി. ആൾക്ക് എന്താ എനിക്ക് 50 വയസ്സുണ്ട് ഇപ്പൊ. 50 വയസ്സിന്റെ ഇപ്പൊ ബർത്ത്ഡേ ആഘോഷിച്ചത് ബ്രൈഡൽ ആയിട്ട്, ബ്രൈഡൽ ലുക്കിൽ നിന്നിട്ടാണ് ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നത്. എന്റെ വീഡിയോ ഇറങ്ങാനുള്ളൂ. പറക്കാട്ടിന്റെ ഓർണമെന്റ്സ് ഒക്കെ ഇവിടെ വരുന്ന ഒരു ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജില് അത് ഇവിടുത്തെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. ഞങ്ങളിപ്പോ എപ്പോഴും ഇതിനു വേണ്ടിയൊക്കെ ഇവിടെ വരുമല്ലോ, എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ഷൂട്ടുമായിട്ടൊക്കെ അല്ലെ അവരുടെ ബ്രൈഡ്സിന് ഓർണമെന്റ്സ് എടുക്കാനൊക്കെ ആയിട്ട് റെഗുലർ വരുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെ. തോന്നിയ ഒരു ഇഷ്ടം അവരങ്ങനെ ചെയ്ത് ഈ വീഡിയോ എവിടെയാ നമുക്ക് കാണാൻ പറ്റും? ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടും. ഇറങ്ങിയിട്ടില്ല. അല്ല ഇൻസ്റ്റാഗ്രാം പേജ് എന്താണ്? എനിക്ക് അയച്ചിട്ടുണ്ട്, എനിക്ക് നാട്ടുകാരെ കാണിക്കണം. അപ്പൊ ഇൻസ്റ്റാ പേജ് എന്ന് പറയുമ്പോ പറക്കാട്ട് ജ്വല്ലറി എന്നുള്ള പേര് തന്നെയാണോ? പറക്കാട്ട് ജ്വൽസിന്റെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, ഇപ്പൊ ഇട്ടിട്ടില്ല. സിന്ധുവിന്റെ പേജിലും വരും, ഇനി പറക്കാട്ടിന്റെ പേജിലും എങ്ങനെയാന്ന് നോക്കിയിട്ട് എഡിറ്റ് ചെയ്ത് കിട്ടി. ഒരു കാര്യം ചെയ്യാം, ആവശ്യമുള്ളവർക്ക് കാണുന്നവർക്കാണെങ്കിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ട്, നമ്പറിൽ വിളിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ അയച്ചു തരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതെന്റെ ഒരു ആഗ്രഹമായിരുന്നു, കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞ സമയത്തൊന്നും ഇതുപോലൊന്നും ഒരുങ്ങാനോ ഇത്ര ആഭരണമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇവിടെ ഇത്രയും ആഭരണം ഇരിക്കുമ്പോ നമുക്ക് തന്നെ ഒന്നും ഒരുങ്ങാനൊരു കൊതി തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്തു. അപ്പൊ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തോളാം ആവശ്യമുള്ളവർക്ക്. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു കളക്ഷനിലേക്ക് കിടക്കാം. ഈ ഒരു കളക്ഷന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതൊക്കെ എന്താ നല്ല ഭംഗിയുണ്ടല്ലോ. ഇതും ചെയിൻ തന്നെയാണോ? ഇത് ചെയിൻ, തമിഴ് മുഖപ്പ് ചെയിൻ എന്ന് പറയും, സൈഡ് പെൻഡന്റ് വെച്ചിട്ട് വരും. ഇതിപ്പോ നമ്മുടെ മലയാളീസ് എല്ലാം ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പൊ വൺ സൈഡ് ആയിട്ട് ഇങ്ങനെ വരുന്നത് അല്ലേ? മലയാളീസ് ഉപയോഗിക്കുന്നുണ്ട്, എല്ലാരും ഉപയോഗിക്കുന്നതാണ്, കൂടുതലും തമിഴ് കൺസെപ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ അത് കൂടാണ്ട് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കുറെ നല്ല വെറൈറ്റി ചെയിൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്. സിംഗിൾ സ്റ്റഡ് വരെ ഇവിടെ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും? നമുക്ക് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞപ്പോൾ 500 രൂപയിൽ തുടങ്ങുന്ന മൂക്കുത്തി സ്റ്റഡ് തൊട്ട് ഇനി ഒരു 50,000 രൂപ റേഞ്ച് വരുന്ന വലിയ ഡയമണ്ട് പാറ്റേൺ പാർട്ടി വെയർ ആയിട്ടുള്ള നെക്ലേസസ് വരെ ഇവിടെ ഉണ്ട്. എല്ലാം ബഡ്ജറ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇപ്പൊ 50,000 അതിനുള്ള വർക്ക് ഉണ്ട് അല്ലേ? അതെ, അതിനുള്ള വർത്ത് ഉണ്ടായിരിക്കും. അത് നമ്മള് ഇപ്പോൾ ഗോൾഡിനാണെങ്കിൽ ചിലപ്പോൾ 50 ലക്ഷം മുടക്കേണ്ടടുത്തായിരിക്കും ഇതൊരു 50,000 രൂപയ്ക്ക്. അതാണ് ഡിഫറൻസ് വരുന്നത്. പിന്നെ ഒരു കാര്യം, ഇപ്പൊ ചേച്ചീനെ കുറിച്ച് പറഞ്ഞപ്പോ ചേച്ചീന്ന് വിളിക്കാമല്ലോ അല്ലേ? അപ്പൊ ചേച്ചീന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ ചേച്ചീന്റെ കാര്യം പറഞ്ഞു, താലിമാല വിറ്റു അത് ഇത് അങ്ങനെ. എന്നിട്ട് ഇവിടെ നിന്നാണ് ഇപ്പൊ മാല കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു മനസ്സുണ്ടാവും. ഇപ്പം ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറേ പേരൊക്കെ നമ്മൾ സൈഡിൽ കൂടെ പോയപ്പോൾ വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിരുന്നു. കാരണം വെച്ചാൽ അവർക്കെന്ന് പറയുമ്പോൾ ഒരു കല്യാണ ദിവസം
ഈ ഇങ്ങനത്തെ ഒരു ജ്വല്ലറി ഇടുന്നത് നാട്ടുകാർ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ അത് ഇട്ട് കാണിച്ച എന്താ പ്രശ്നം അല്ലേ? നമ്മളും പറയുന്നത് ഇപ്പോഴത്തെ യൂത്തിനൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഗോൾഡ് വേണ്ട, നോ ഗോൾഡ്, ഞങ്ങൾക്ക് ഇത് മതി, ഞങ്ങളുടെ ബുദ്ധിയാണ്, ഞങ്ങൾ പ്രാക്ടിക്കലാണ്, ആ പൈസ തന്നേക്കൂ, ഫിക്സ്ഡ് ഇട്ടോ ഞങ്ങൾക്ക് അതുമായിട്ട് സുഖമായിട്ട് ജീവിക്കാം, അല്ല അടുത്ത ബിസിനസ് ചെയ്യാം, അല്ല എന്ത് വേണേലും അങ്ങനെ ചെയ്താൽ അതിന് ഒരു യൂസേജ് ഉണ്ട്. അല്ല ഇത് കൊണ്ടുവന്ന് ലോക്കറിൽ കൊണ്ടുവന്ന് വെക്കണം, കള്ളന്മാരെ പേടിക്കണം, അപ്പോൾ സ്വർണം വേണ്ട, പകരം പറക്കാട്ട് മതി, തൽക്കാലം ഉപയോഗിച്ചാൽ മതി, ഇനി അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് സേഫാണ്, എവിടെ വേണേലും ഊരിയിടാം, കുഴപ്പമില്ല, അല്ലെങ്കിൽ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്ന് ആവശ്യമുള്ള സാധനമായിട്ട് മാറ്റി. ഇത് പറഞ്ഞത് മൊത്തം ഈ കാരണന്മാരായിട്ടുള്ള കുറെ ഏജഡ് ആയിട്ടുള്ള പീപ്പിൾസ് അവരാണ് പോയത്. അവരാണ് പറയുന്നത് അയ്യോ ഇത് സ്വർണ്ണം അല്ലാന്ന്. അത് എന്ന് വെച്ചാൽ അവർക്ക് എന്തോ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിട്ട് ഇടാൻ വേണ്ടിട്ട്, അപ്പൊ ആ ഒരു ഫംഗ്ഷനിൽ ഇനി ഈ വീഡിയോയിൽ അവരുടെ ഫേസ് കാണുമ്പോ അയ്യോ ഇത് ഇവിടുത്തെ സ്വർണ്ണം അല്ലാടി നീ ഇട്ടേന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാടൻ. മാറണമെങ്കിൽ നമ്മൾ മാറണം. കാരണം നമുക്ക് ഇപ്പൊ എന്റെ വീട്ടില് എന്റെ കസിൻസിനെല്ലാം 70 പവനും 50 പവനും ഒക്കെ ലോക്കറിലൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ അവർക്കിത് വാങ്ങാനുള്ള 7,000 രൂപയോ അത്ര രൂപയുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ഭുതപ്പെടും. എന്നിട്ട് എന്റെ വാലെടുത്തോണ്ട് ഇടുകയും ചെയ്യും. അതാണ് അപ്പൊ നമ്മുടെ ചിന്ത. അതാണ് അവർക്ക് 70 പവൻ അന്ന് വാങ്ങിയതാ, പഴയ മോഡൽ. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 29 വർഷത്തിന്റെ അടുത്ത്. അപ്പൊ 29 വർഷം മുമ്പുള്ള ഡിസൈൻ തന്നെ ആയിരിക്കുമല്ലോ. എന്റെ കസിൻ ഏകദേശം ആ ഏജിലുള്ളവരാ. പക്ഷെ എന്റെ കയ്യിൽ വെറൈറ്റി ഉള്ള ഓർണമെന്റ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ വാങ്ങിച്ചിട്ടിട്ട് പോകും. അതാണ് ബുദ്ധി. ഇനി ഈ ഒരു ഫ്ലോറിൽ വേറെ എന്തൊക്കെയാ വെറൈറ്റി ഉള്ളത് ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് കാണാം. കാരണം 4 ഫ്ലോർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലത്തെ ഒരു ഫ്ലോർ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള, ഇത് കൂടാണ്ട് ഇനി ഒരു 3 ഫ്ലോറും കൂടി കിടക്കുന്നുണ്ട്. അവിടെയും കുറെ വേറെ വെറൈറ്റീസ്. പിന്നെ നമ്മുടെ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് പ്രീതിമേ ഉറപ്പായിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സിനൊരു 3 പേർക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു 3 പേർക്ക് നമ്മളുടെ ഒരു എന്താ പറയുക അവരുടെ പർച്ചേസിൽ ഒരു 2000 നമ്മൾക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ 2000-നുള്ള പ്രൊഡക്റ്റ് അവർക്ക് ഫ്രീ ആയിട്ട് എടുക്കാം. അപ്പൊ അതിന് ചെയ്യേണ്ടത് എന്തൊക്കെയാ റൂൾസ് റെഗുലേഷൻസ് നമുക്ക് അടുത്തൊരു ഫ്ലോറിൽ പോകുമ്പോൾ പറയാം. അപ്പൊ 3 ആൾക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതും പർക്കാട്ട് ജ്വല്ലറീസ്. പർക്കാട്ട് ജ്വല്ലറി ഇടാന്ന് തന്നെ പറയുമ്പോൾ അതൊരു ഭാഗ്യം തന്നെയല്ല. അതും ഫ്രീ ആയിട്ട് കിട്ടാന്ന് പറയുമ്പോൾ അത് അതിനേക്കാളും വലിയ ഭാഗ്യം. അപ്പൊ ഒരാൾക്ക് വെച്ചിട്ട് 2000. അപ്പോൾ ഒരാൾക്ക് 2000, പിന്നത്തെ ആൾക്ക് 2000, പിന്നത്തെ ആൾക്ക് 2000. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാം. അത് നിങ്ങളുടെ അടുത്തുള്ള ഏത് ഷോറൂമിൽ ഏത് സ്ഥലത്തു നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് റിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ജെൻസിനുള്ള റിങ്സ് ഉണ്ട്, ലേഡീസിനുള്ള റിങ്സ് ഉണ്ട്. ഇപ്പോൾ പാലക്കയുടെ റിങ്ങുകൾ, TV കട്ട, വെറുതെ ജെൻസിനുള്ള പേരെഴുതാവുന്ന റിങ്ങുകൾ. ഇപ്പോൾ ഇതിലൊക്കെ നമ്മൾ കസ്റ്റം ചെയ്ത് പേരെഴുതിയ റിങ് ഇരിപ്പുണ്ടോ? സാമ്പിൾ കാണിക്കാൻ സാമ്പിൾ ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും. കാരണം ഇതേപോലെ നമുക്ക് പേരിങ്ങനെ കണ്ടില്ലേ പല രീതിയിൽ എഴുതി കൊടുക്കും. എൻഗേജ്മെന്റിനൊക്കെ ആൾക്കാർ ചിലർ പുറത്തേക്ക് പോകുന്നവരൊന്നും പിന്നീട് ഇടില്ല. അവർ നമ്മളുടെ അടുത്ത് വന്ന് ഇതുപോലെ കസ്റ്റം ചെയ്ത് പേരെഴുതി കൊണ്ടാകാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് നമ്മൾ എൻഗേജ്മെന്റ് റിംഗ് ഒക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് അതേപോലെ തന്നെ സെയിം നമ്മളുടെ അടുത്ത് വന്ന അളവ് തന്ന് പാറ്റേണും തന്ന് കസ്റ്റം ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ എഴുതിയിരിക്കുന്ന ഒരു റിങ്ങാണ്. പിന്നെ അതേപോലെ ഇത് ഒരാൾക്ക് കസ്റ്റം ചെയ്ത് വെച്ചിട്ടുള്ളതാ. ഓക്കെ. എന്തെങ്കിലും പറയോ ഇത്ര തന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും. കമ്പനിയിൽ നമ്മൾ വിളിച്ച് ചോദിച്ചിട്ട് മറ്റേ വർക്കേഴ്സിൻ്റെ അടുത്ത് ചോദിക്കണമല്ലോ ഇതിന് എന്താണ് കോസ്റ്റ്. അപ്പോൾ അവർ പറയണ റേറ്റ് നമ്മൾ കസ്റ്റമറോട് പറയും. ആ കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ അവരപ്പം തന്നെ അഡ്വാൻസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്നു. ഇതെല്ലാം ഇങ്ങനെയൊക്കെ മാലകൾ നമ്മൾ ഡിസൈൻ കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് കുറച്ച് അടുത്തടുത്ത് വേണം. ചിലപ്പോൾ അവരുടെ കയ്യിൽ മുത്തുകൾ കാണും. അല്ല, ഇതിപ്പോൾ ഈ രുദ്രാക്ഷം നമ്മുടെ അല്ല, കസ്റ്റമറുടെയാണ്. ഈ രുദ്രാക്ഷം ശരിക്കും കസ്റ്റമറുടെയാണ്. ആ കസ്റ്റമർ തന്നിട്ട് നമ്മൾ ബാക്കി വർക്ക് ചെയ്തതാണ്. ഇതുപോലെ ഓർഡറൊക്കെ ചെയ്ത് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വെക്കും. അത് കഴിഞ്ഞ് അവർ വരുമ്പോൾ അത് കൊണ്ടുപോകും. മേടിച്ച് വെക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ കുറേ റിങ്സ് ഉണ്ട്. റിങ്സ് ഇപ്പോൾ ഏറ്റവും ചെറിയ റിങ്ങുകൾ തൊട്ട് തിന്നായിട്ടുള്ള റിങ്ങുകൾ തൊട്ട് ഇതുപോലുള്ള ചെറിയ റിങ് തൊട്ട് ഇനി മിഞ്ചി വേണം, മിഞ്ചി തൊട്ട് എല്ലാം ജെൻസിനും ലേഡീസിനും പറ്റിയ രീതിയിലുള്ള എല്ലാ കളക്ഷൻസും ഉണ്ട്. ഇതാ കുട്ടികൾക്കുള്ളവരെ കുട്ടികൾക്കുള്ളത്.
പിന്നെ വിഗ്രഹത്തിന്റെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വർണ്ണക്കടയിൽ പോയി കഴിഞ്ഞാൽ ആ തൂക്കത്തിൽ നിന്നൊക്കെ പറയുമ്പോൾ എടുക്കാന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് അത് സാധിക്കേ ഇല്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് സ്റ്റഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി വെയർ ആയിട്ട്, സാധാരണ ഇപ്പോൾ ഇമിറ്റേഷൻ ഒന്നും നമുക്ക് അങ്ങനെ ഡെയിലി വെയർ ഇട്ടാൽ കാത് പഴുക്കുകയൊക്കെ ചെയ്യും. ഇതെന്ന് പറയുമ്പോൾ ഇതിന്റെ പിരി തൊട്ട് ഗോൾഡിൽ എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും. ബാക്ക് സൈഡും സെയിം ആ ഒരു ഫിനിഷിംഗ് ഉണ്ടാവും. സെയിം ആയിരിക്കും. കണ്ടില്ലേ, അതെ ബാക്ക് സൈഡ് സ്ക്രൂ ഒക്കെ കണ്ടില്ലേ, അങ്ങനെ ഏറ്റവും പെർഫെക്ഷൻ കാണും അതേപോലെ തന്നെ. ഇനി ഇത്തരമല്ല വേറെ ഒരു എന്താ പറയുക ഡയമണ്ടിലൊക്കെ വരുന്ന പിരിവേണേ അതുകൊണ്ട് വാവ് സൂപ്പർ. കല്ലൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ ഓരോന്ന്. അപ്പൊ നമുക്ക് ചെറിയ സ്റ്റഡ് തൊട്ട് ചെറിയ സ്റ്റഡ് ഉണ്ട്, ചെറിയ ഇത് തൊട്ട് കുട്ടികൾക്കുള്ളത് എല്ലാം ഉണ്ട് ഇവിടെ ഐറ്റംസ് കേട്ടോ. അങ്ങനെ വെറൈറ്റികളൊക്കെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇതിൻ്റെയൊക്കെ ഇതുപോലെയുള്ള ചെറിയ പേളൊക്കെ വെച്ചിട്ടുള്ള അല്ല ഇതുപോലെയുള്ള അങ്ങനെ തൊട്ട് എല്ലാം ഉണ്ട്. ഇനി വലിയവർക്ക് നല്ല ഭംഗിയുണ്ട് അല്ലേ, വേണ്ടല്ലേ, എല്ലാം ഉണ്ട്. ഏത് ഡിസൈൻ വേണേലും. സത്യം പറയാലോ, ഞാൻ എൻ്റെ മോൾക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് സിൽവറുടെ ആണ്. സിൽവറുടെ എന്താ കാരണം എന്നറിയോ? ഗോൾഡിന്റെ പോയി 3 തവണ ഞാൻ കമ്മൽ ഇടിച്ചു കൊടുത്തു. 3 തവണയും ഓരോന്ന് കാതിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അടുത്തതാണ് പെൺകുട്ടിയല്ല സ്വർണ്ണം ഇട്ടോട്ടെ എന്ന് വിചാരിച്ചാൽ പിന്നെ ഇട്ട് കൊടുത്തു, പിന്നെയും ഇട്ട് കൊടുത്തു. അങ്ങനെ എപ്പോഴും ഓരോന്നോരോന്നും അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോ മനസ്സിലൊരു ഭയങ്കര സന്തോഷം. ഒറിജിനൽ പേളൊക്കെ വെച്ചിട്ട് നല്ല സ്ട്രോങ് പിരിയൊക്കെ ആയിരിക്കും ഇതില്ലേ. അപ്പൊ ഇനി എന്റെ മോൾക്ക് ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പോകാം. കാരണം സിൽവറിന്റെ യൂസ് ചെയ്തിട്ട് പോണം, അത് കുറച്ച് കഴിയുമ്പോഴേക്കും അത് കറുത്തു ആകുക, ഭയങ്കര ആ ഒരു ഫിനിഷിംഗ് കിട്ടുന്നില്ല, ആ ഒരു കറുത്തു പോകും. പക്ഷെ ഇപ്പൊ മാം ഇട്ടിരിക്കുന്ന ആ ഒരു കമ്മല് നോക്കി ആ ഒരു ഇയറിംഗ് അത്രയും ആ ഒരു ഗ്ലേസിങ്ങോട് കൂടി മേക്കപ്പ് പോലും വേണ്ടാന്ന്. അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട്. കമ്മലുകൾ സ്റ്റോൺ ചെയ്തതുണ്ട്, ഗോൾഡൻ ടൈപ്പ് ഉണ്ട്, എല്ലാ ടൈപ്പും വരുന്നുണ്ട്. വെറൈറ്റികൾ ഉണ്ടെന്നല്ലേ, എന്ത് വേണമെങ്കിലും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടത്. അപ്പം 3 ആൾക്ക് നല്ലൊരു ഫ്രീ ആയിട്ട് ഗിഫ്റ്റും കൂടി കിട്ടുമ്പോൾ ഇതുപോലെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ വന്നിട്ട് നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കുറേ കാണിച്ചു. ഇനി നമ്മൾ മുകളിലത്തെ ഫ്ലോറിലേക്ക് മുകളിലത്തെ ഫ്ലോറിലും ധമാക്കയുണ്ട്. അതിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ വെച്ചാൽ അതിനേക്കാളും ധമാക്ക, അതിന് മുകളിലത്തെ വെച്ചാൽ അതിനേക്കാളും ധമാക്ക. അപ്പോൾ ഈ എല്ലാ സ്ഥലത്തും ഈ ഒരു ഇങ്ങനെ ഫ്ലോറിംഗ് സിസ്റ്റം ഉണ്ടോ, അല്ലെങ്കിൽ എല്ലായിടത്തും സെയിൽ മാത്രമേ ഉള്ളൂ? സെയിലുണ്ട്, റെന്റൽ ഫ്ലോർ ഉണ്ട്, നമുക്ക് വഴിയെ കാണാം. അല്ല, അത് ഇവിടെ മാത്രമാണോ അല്ലെങ്കിൽ? ഇല്ല, എല്ലായിടത്തും ഇല്ല. ഇത് പറക്കാട്ടിൻ്റെ ഒരു സ്പെഷ്യൽ യൂണീക്ക് നമ്മളുടെ ഓൺ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു നമ്മളുടെ കൺസെപ്റ്റിലുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ പുതിയത് കുറച്ച് വരാനുണ്ട് ഇതേ കൺസെപ്റ്റിൽ വരാൻ. കാരണം ഇതൊരു വിജയമാണ്, ആൾക്കാർ ഇങ്ങനെ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. നേരത്തെ പറഞ്ഞില്ലേ, നേരെ ഫ്ലൈറ്റിന് വന്ന് ഇറങ്ങി ഇവിടെ ലാൻഡ് ചെയ്ത് നേരെ ഇവിടെ വന്ന് പറക്കാട്ടി വന്ന് മേക്കപ്പ് ചെയ്ത് ഡ്രസ്സപ്പ് ചെയ്ത് ഇവിടുന്ന് ഫോട്ടോഗ്രാഫിയും ചെയ്ത് നേരെ മണ്ഡപത്തിലേക്ക് പോകുന്ന സ്റ്റൈലിൽ വരെ ആൾക്കാർ എത്തിക്കഴിഞ്ഞു. അപ്പം ഇനിയുള്ള കൺസെപ്റ്റുകൾ അങ്ങനെ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് സെയിൽ കാര്യങ്ങൾ സെയിം ഇതേ ഫിനിഷിങ് ഇതേ വർക്കാട്ട് എന്നുള്ള സെയിം ആ ഒരു കോൺസെപ്റ്റോടെ പക്ക 100% ഗോൾഡ് തന്നെ. പോയാലോ നമുക്ക് ഇനി അടുത്ത ഫ്ലോറിലേക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ ഇനി റെന്റൽ ഫ്ലോർ. റെന്റൽ ഫ്ലോർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫ്ലോർ അവിടെ ഫുൾ റെന്റൽ മാത്രമായിരിക്കും. അതെ അതെ അതെ. അപ്പോൾ നമുക്ക് ആവശ്യമനുസരിച്ച് ഇഷ്ടപ്പെട്ടത് ഒരു ദിവസത്തേക്ക് കയറ്റി കിട്ടും ഉറപ്പായിട്ട്. കസ്റ്റമേഴ്സും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഡിസൈനിൽ പല വെറൈറ്റിയിൽ കിട്ടുന്ന ഒരു സ്പേസും കൂടിയാണ്. അധികം പൈസയും മുടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ് മെയിനായിട്ട് കിട്ടുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉണ്ട്, പറക്കാട്ടിൻ്റെ യുണീക്ക് ആയിട്ടുള്ള ഓർണമെന്റ്സ് തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ താഴത്തെ ഫ്ലോറിൽ കണ്ടില്ലേ, അതേപോലുള്ള ബ്രൈഡൽ കൺസെപ്റ്റ് ആണ് കൂടുതൽ. എന്നാൽ ഇപ്പോൾ ബ്രൈഡ്സിന് മാത്രമെന്നല്ല, ഇനിയിപ്പോൾ ബ്രൈഡിൻ്റെ അമ്മമാർ, ഇനി സിസ്റ്റേഴ്സ്, അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി വരുമല്ലോ. മീൻസ് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന എല്ലാ ഐറ്റംസ് ഇവിടെ ഉണ്ട്. സെയിം ആ ഒരു താഴത്തെ കണ്ട ആ ഒരു ഫിനിഷിങ്ങും ആ ഒരു ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് നമുക്ക് ഇവിടെ റെന്റലിനും കൊടുക്കുന്നത്. ഇനി വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്, നമ്മളുടെ റെന്റൽ ഫ്ലോറിലും നമ്മൾ കസ്റ്റം ചെയ്ത് കൊടുക്കും. അതിൻ്റെ ടൈം ഉണ്ടെങ്കിൽ അതിനുള്ളൊരു വാല്യൂ തരാൻ റെഡിയാണെങ്കിൽ നമ്മൾക്ക് ഒരു പിന്നീട് പോകാവുന്ന ഒരു മോഡൽസ് ആണെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. ഇനി അതും ഇല്ലാതെ വരരുത്. പറക്കാട്ടിൽ ഒന്നും ഇമ്പോസിബിൾ അല്ല. നോ എന്നുള്ള ഒരു വാക്ക് നമ്മുടെ ഡിക്ഷണറിയിൽ ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഫുൾ ബ്രൈഡലിന്റെ കളക്ഷൻസാണ് വരുന്നത് അല്ലേ? അതെ. ഇത് നല്ല നല്ല വെറൈറ്റി ആയിട്ട്. അപ്പൊ നമുക്ക് സിംഗിൾ ഒരു കമ്മൽ ഇയറിങ്സ് വേണമെങ്കിൽ അതായിട്ടായാലും നമുക്ക് റെന്റിന് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്.
കേട്ടോ. അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇരിക്കുന്നുണ്ട്, കുറേ ഉണ്ട് നമുക്ക് കാണുകയാണെങ്കിൽ. സിൽവറിലുണ്ട്, ഗോൾഡിലുണ്ട്, സ്റ്റോണിലുണ്ട്. ഇത് റോസ് ഗോൾഡ് വരുന്നതുണ്ട്, ഇനി വൈറ്റ് ഗോൾഡ് കൺസെപ്റ്റ് ഉണ്ട്, 24-ന്റെ ആ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ട്. ഇതെല്ലാം നമ്മളുടെ സ്റ്റോൺ ചോക്കർ ടൈപ്പ് നെക്ലേസുകൾ വരുന്നു. പിന്നെ ഇനി അതേപോലെ തന്നെ ഇതാ നമ്മുടെ ട്രഡീഷണൽ ചെട്ടിനാട് കളക്ഷൻ. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഹിന്ദു കൺസെപ്റ്റിലുണ്ട്. ഇനി ഇതൊക്കെ എന്ന് പറയുന്നത് ഇത്തിരിയും കൂടെ ഏത് മതവിഭാഗത്തിന് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ ഇതാ ഇതുപോലെയൊക്കെയുള്ള എല്ലാം ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് ഗോൾഡും പർച്ചേസ് ചെയ്യേണ്ട, താഴത്തുനിന്നും പർച്ചേസ് ചെയ്യേണ്ട, ഇവിടുന്ന് റെന്റ് എടുത്തിട്ട് പോവാം പരിപാടി. 1 day യൂസിന് അത് മതി എന്ന് പറയുന്നവർക്ക് ഇതാ ഇപ്പം നമ്മുടെ ചോക്കർ ടൈപ്പൊക്കെ ഒരു മുസ്ലിം കൺസെപ്റ്റിൽ വരുന്നുണ്ട്, ക്രിസ്ത്യൻ കൺസെപ്റ്റിൽ വരുന്നുണ്ട്, വൈറ്റ് ഗോൾഡ് ഫിനിഷിലും എല്ലാം ഉണ്ട്. ഇനി അതിനെല്ലാം ചേരുന്ന രീതിയിൽ ബാംഗിൾസും ഇയറിങ്സും ഉണ്ട്, ജുംകാസ് അതിങ്ങനെ സെപ്പറേറ്റ് ഇതിൻ്റെ സെറ്റായിട്ട് വരുന്നുണ്ട്, ഇങ്ങനെ സെപ്പറേറ്റും വരുന്നുണ്ട്. ഇതേപോലെ ഏത് വേണമെങ്കിലും ഉണ്ട്. ജുംകാസിലാണ് ഇത്രയധികം വെറൈറ്റി, ജുംകാസിലാണ് ഇത്രയധികം വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത്രയൊന്നും അല്ല, ഞങ്ങളുടെ സ്റ്റോക്ക് മുഴുവൻ ഇതിൻ്റെ അടിയിലിരിക്കുവാണ്. അപ്പൊ നമ്മൾ പറയണതിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് താഴ്ത്തുനിന്ന് എടുത്ത് തരും. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ ഏകദേശം എത്ര വരും? നമുക്കൊരു 400-500 രൂപ തൊട്ട് റെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന, 100 രൂപ തൊട്ട് റെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 100 രൂപ തൊട്ട് സിംഗിൾ പീസിനൊക്കെ നമ്മൾ അങ്ങനെ തൊട്ട് തുടങ്ങിയിട്ട് വരുന്ന. എത്ര പേർക്ക് പോകുന്നു അത് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ അത് നമ്മുടെ ഡിപ്പെൻസ്. പാരപ്പെട്ട വേണം, അങ്ങനെ ചുട്ടി മാട്ടി വങ്കി ഹാൻഡ്സെറ്റ് എല്ലാം വേണം. പിന്നെ ഒത്തിരി നിറച്ചോ 5, 6, 10 നെക്ലേസ് വരെ ഉപയോഗിക്കുന്നവരുണ്ട്. അതിനനുസരിച്ചായിരിക്കും. നമ്മളിപ്പോ 100 പവൻ കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് അങ്ങനെ വരും. 100 പവൻ, 200 പവൻ, 500 പവൻ വരെ ഇട്ടതായിട്ട് ഷോ ചെയ്യാൻ വേണ്ടി വരുന്നവരും ഉണ്ട്. ഇനി ഒരു സംശയം ചോദിക്കട്ടെ, നമ്മൾ അവരുടെ സംശയമാണ് ചോദിക്കുന്നത്. ഇത് റെന്റ് എന്ന് പറയുമ്പോൾ എത്ര ദിവസത്തേക്ക് കൊടുക്കും? അതുപോലെ തന്നെ നമ്മൾ സാധാരണ എന്ന് പറയുന്നത് 3 ദിവസത്തേക്ക് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. പക്ഷെ നമുക്കറിയാമല്ലോ, ഒരു ബ്രൈഡിന് ചിലപ്പോൾ പോയി പയ്യൻ്റെ വീട് ഇപ്പോൾ ട്രിവാൻഡ്രത്താണ്, ഇവിടുന്ന് എടുത്തിട്ട് പോയി അവർ യൂസ് കഴിഞ്ഞ് 3 ദിവസത്തിനകം ഒന്നും ചിലപ്പോൾ എത്തിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ആ ഒരു 3 day എന്ന് പറയുമെങ്കിലും ഒരാഴ്ച വരെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അത് തന്നെയല്ല, പിന്നെ കൂടുതൽ ദിവസം വരുമെങ്കിൽ നമ്മൾ റെന്റിൽ ചെറിയ വേരിയേഷൻസ്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഇവിടെ നിന്ന് തന്നെ എടുത്തു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അടുത്തൊരു സ്റ്റേറ്റിൽ ഇപ്പൊ ബാംഗ്ലൂർ ഉണ്ട്, അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഈ റെന്റിന് അവിടെ ഏൽപ്പിക്കണോ? അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇവിടുന്ന് എടുത്തു, ഇവിടുന്ന് ഇവർ വന്ന് നമുക്കൊരു അഡ്വാൻസ് തന്നിട്ട് ഇവിടെ ബുക്ക് ചെയ്ത് ഇട്ട് നോക്കി എല്ലാം സെറ്റാക്കി ഇവിടെ ഏൽപ്പിച്ചിട്ട് പോവാം. ഇപ്പോൾ കല്യാണം 1 മാസമോ 2 മാസമോ കഴിഞ്ഞിട്ടായിരിക്കും. അവർ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പാക്ക് ചെയ്ത് മാറ്റി വെക്കും. അപ്പോൾ തന്നെ അതിൻ്റെ പേരെഴുതി മാറ്റി വെച്ചു. ഒരു 2 മാസം കഴിഞ്ഞാലും ഇവിടെ തന്നെ കാണും. എന്നാണോ കല്യാണം, ഇനിയിപ്പോൾ ട്രിവാൻഡ്രത്താണെന്നിരിക്കട്ടെ, ട്രിവാൻഡ്രത്തുള്ള പറക്കാട്ടിൻ്റെ ഷോറൂമിൽ കറക്റ്റ് ഡേയിൽ അവിടെ എത്തിച്ചിരിക്കും. അവർക്ക് അവിടുന്ന് കളക്ട് ചെയ്യാം, അവിടെ പേ ചെയ്ത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പേ ചെയ്തിട്ട് അവിടുന്ന് കളക്ട് ചെയ്യാം, അവിടെ തന്നെ കൊടുക്കാം. അങ്ങനെയുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട്. വീഡിയോ കോൾ വിളിച്ച് വേണമെങ്കിലും എടുക്കാം. ഇപ്പം നമ്മളിവിടെ എല്ലാം സെറ്റ് ചെയ്ത് ഒന്നേ ഇതുപോലെ നെക്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. അല്ല നമ്മൾ തന്നെ ഇട്ടിട്ട് നമുക്കിപ്പോൾ പുറമേയുള്ള ദുബായിൽ നിന്നും അല്ലെ അമേരിക്കൻ കൺട്രീസിൽ നിന്നൊക്കെ ഉള്ളവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ വീഡിയോ കോൾ വിളിക്കും. ഇനി അവരുടെ ടൈം രാത്രി 12 മണിയാണ്, രാത്രി 12 മണിക്കാണെങ്കിലും ഇവിടെ ഓപ്പൺ ചെയ്ത് നമ്മൾ ഇട്ട് സെറ്റ് ചെയ്തെല്ലാം കാണിച്ചു കൊടുക്കും. കല്യാണത്തിൻ്റെ അന്ന് വന്നിറങ്ങി ഇവിടുന്ന് നേരെ രാവിലെ വന്ന് എടുത്തിട്ട് പോകുന്ന കസ്റ്റമേഴ്സ് വരെ അങ്ങനെ സെറ്റ് ചെയ്തെല്ലാം വെച്ചിരിക്കും. നമ്മൾ തന്നെ വേണേൽ ഇട്ട് കാണിക്കും, ഇട്ട് കാണിച്ച് ഡിസ്പ്ലേ ചെയ്ത് സെറ്റ് ചെയ്ത് കാണിക്കില്ല. അപ്പൊ എന്തായാലും ഇത് റെന്റിനാണ്, അപ്പൊ നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം. ഇത് സ്ക്രൂ ആണ്. സ്ക്രൂ അപ്പൊ അതാ ഇവിടെ കൂടുതൽ സ്ക്രൂ ബാംഗിൾസ്. അപ്പൊ ഇതാണ് നമുക്ക് കയ്യിൽ കയറിയില്ലെങ്കിലും സ്ക്രൂ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ആവും. അതുപോലെ ബാംഗിൾസിന്റെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ഫുൾ ഇത്ര ഐറ്റം വരെ ഫുൾ വെറൈറ്റീസ് ആണ് ഇപ്പൊ കാണുന്നത്. സ്റ്റോൺ ഉള്ളതുണ്ട്, ട്രഡീഷണൽ വെയറിലുണ്ട്, എല്ലാ കളേഴ്സിലും ഉണ്ട് കേട്ടോ. എല്ലാ കളേഴ്സിലും ഉണ്ട്. നമ്മുടെ ഇഷ്ടപ്പെട്ട സാരി കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ നമുക്ക് മാച്ച് ചെയ്തെടുക്കാം. സാരി കൊണ്ടുപോകുന്നതാണ് ആൾക്കാർ എപ്പോഴും ഡ്രസ്സുമായിട്ട് നേരെ വന്നിട്ടാണ് കൂടുതൽ സെറ്റ് ചെയ്യാറ്. അപ്പൊ സെറ്റ് ചെയ്ത് ഉടുത്തൊക്കെ നോക്കാനുള്ള സംവിധാനം ഉണ്ട്. എന്നിട്ട് ഓർണമെന്റ്സ് ഇട്ട് നോക്കാം മുകളില്. അത് ഭയങ്കര സസ്പെൻസ് ആണ് കേട്ടോ ഒരു സംഭവം. പിന്നെ ഇപ്പഴത്തെ നോക്കുകയാണെങ്കിലും ഇവിടെ ചെറിയ ചെറിയ നമുക്ക് കൂടെ നിൽക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അല്ലേ? ചെറിയ സിമ്പിൾ, ഇത്രയും ചെറിയത് തൊട്ടുണ്ട്, ഹെവി ഉണ്ട്, എല്ലാം ഉണ്ട്.
ഹെവി ഐറ്റംസും ഉണ്ട്, ചെറുതുണ്ട്, വലുതുണ്ട്. അതിന് സിമ്പിൾ ആയിട്ട് ഒരു ഗൗൺ വേണമെങ്കിൽ ഗൗൺ യൂസ് ചെയ്യുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കളക്ഷൻസും ഉണ്ട്. ഇതിനൊക്കെ ഇങ്ങനെ ചിലപ്പോൾ സിംഗിൾ സ്റ്റഡ് മാത്രം മതിയായിരിക്കും. അപ്പം അവര് അങ്ങനെയുള്ളവർക്ക് അത് ഒരു സിംഗിൾ ആയിട്ട് ഒരു നെക്ലസ് ഇതൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ. ഇതൊക്കെ നല്ല ഹെവി പീസാണ് കേട്ടോ. ദുൽഹൻ സെറ്റാണ്, ഫുള്ള് സെറ്റ്, കംപ്ലീറ്റ് സെറ്റ് കാണും. സെറ്റ് അങ്ങനെയുള്ളതുകൊണ്ട് ഇനി അരപ്പട്ട എന്നുവെച്ചാൽ എല്ലാ ഐറ്റംസ് ഉണ്ട്. അരപ്പട്ട, വങ്കി, എല്ലാം അരപ്പട്ട. ഇനി ഇതിനെ ഇതിപ്പോ കയ്യിലുള്ളത് കാണിച്ചു എന്ന് മാത്രമേ വെറൈറ്റികൾ അല്ല, ഞാൻ ജസ്റ്റ് ഇവിടെ എടുത്ത് കുറെ ജസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്. അരപ്പട്ട എവിടെ ഇരിക്കുന്നു? ഈ ഒരു സെക്ഷനാണ് ഫുൾ അരപ്പട്ട വരുന്നത് കേട്ടോ. അരപ്പട്ട, വങ്കി, ചുട്ടി. ചുട്ടികളാണ് ഇരിക്കുന്നതൊക്കെ. ചുട്ടി മാട്ടി ആ സെറ്റ് ഫുൾ അവിടെ. ചുട്ടി മാട്ടി അതിൻ്റെയും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് വലിയ ചെറുത് തൊട്ട് എല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ കല്ലുള്ളത്, കല്ലില്ലാത്ത വലിയ കാണുമ്പോൾ എന്തോ ഒരു വലിയൊരു ലോകത്തേക്ക് വന്നൊരു ഫീൽ കേട്ടോ. ഇതൊക്കെ നല്ല വർക്ക് ആയിട്ടുണ്ട് അല്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല ഹെവി പീസ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെറൈറ്റികൾ ഉണ്ട് ഇഷ്ടം. ഒരുപാട് കളക്ഷൻസ് നമ്മള് ഇത് എന്താ സ്റ്റോക്ക് ചെയ്യും. കാരണം നമ്മളിപ്പോൾ 2 മാസം മുമ്പ് വന്ന് എടുത്തു വെച്ചവരും അത് നമ്മൾ സേഫ് ഡെപ്പോസിറ്റ് ആയിട്ട് വെക്കുക. അത് വേറെ ഒരാൾക്ക് എടുത്ത് കൊടുക്കൂല, പിന്നീട്. ഇതേ സെയിം കോൺസെപ്റ്റ്, ഈ റെന്റൽ കോൺസെപ്റ്റ് നമുക്ക് എല്ലാ ഷോപ്പിലും വരുന്നുണ്ട് അല്ലേ. ഇനി കുറച്ച് ഷോറൂമുകളിൽ വരുന്നുണ്ട്. ഇതുപോലെ ബോക്സുകളിൽ ഇഷ്ടംപോലെ കളക്ഷൻ ഇരിക്കുന്നുണ്ട്. താഴെ എല്ലായിടത്തും സ്റ്റോക്ക് ചെയ്ത് ഡിസ്പ്ലേ കൂടാണ്ട് ഇങ്ങനെ ബോക്സുകളിലും കുറെ എല്ലാം വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഓരോന്ന് റെന്റില് മാറ്റി വെക്കുമ്പോഴും നമുക്ക് ഫില്ല് ചെയ്യണല്ലോ. അങ്ങനെ ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മുടിപ്പൊന്നൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാം ഉണ്ട്. വലിയത് തൊട്ട് നമുക്ക് ആവശ്യമുള്ള ലെങ്ത് അനുസരിച്ചിട്ട് എങ്ങനെ വേണേലും ചെയ്തെടുക്കാൻ പറ്റൂല. മുടിപ്പൊന്ന് എല്ലാം ഉണ്ട്. ഇനി പറക്കാട്ടിന്റെ യെല്ലോ ഗോൾഡ് കൺസെപ്റ്റിൽ വരുന്ന ഇത് അടിപൊളിയായിട്ടല്ലോ. വെച്ച് നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമായിട്ട്. ഇത് ശരിക്കും മാച്ച് ആവണത് എനിക്കാണ്. ഇതാണ് സെറ്റ്. അല്ലല്ല, ഇത് ഇവിടേക്കാ മാച്ച് ആവണം കണ്ടോ അല്ലേ. സെറ്റ് സാരി എടുത്തത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് അതെ പാർക്കാട്ടിന്റെ ഇട്ടതല്ലേ. അപ്പൊ ഏതായാലും ഒരെണ്ണം വേണം കഴുത്തിലിട്ട് അല്ലേ. ഇത് എന്തായാലും ഇടാൻ തീരുമാനിച്ചോ. വേറൊരു കാര്യമുണ്ട് മാം, ഈ കയ്യിൽ കാണുമ്പോൾ ഇപ്പൊ നെക്കിൽ അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും എനിക്കിപ്പോ ഒരു സെയിൽസ് സെക്ഷനിൽ നിന്നത് കൊണ്ട് കുറെ പേര് ഇഷ്ടം ഒന്ന് കഴുത്തിൽ വെച്ച് കാണിക്കുമോ എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ വെച്ച് കാണിച്ചിട്ട് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് നമുക്ക് അവർക്കൊരു കോൺഫിഡൻസ് കിട്ടും. വലിപ്പം കൂടുതലാണോ കുറവാണോ. ഞാൻ ഓൺലൈൻ കൂടുതൽ ചെയ്യുന്നത് അല്ല എന്തായാലും വെക്കാൻ ഉദ്ദേശിക്കണ്ട. അപ്പൊ കുറച്ച് വലുതായിക്കോട്ടെ. നമുക്ക് ഇഷ്ടമുള്ളത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യട്ടെ. ഇത് കുറച്ച് വലുതാണ്, കുറച്ച് ഹെവി പീസാണ്. പക്ഷെ നമുക്ക് സിമ്പിൾ ഏത് ഫംഗ്ഷനുള്ളത് അതിനനുസരിച്ചിട്ട് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇതിന് ഒരു കോൺസെപ്റ്റ്. എങ്ങനെയുണ്ട്? ഭയങ്കര വലുപ്പമായി. അതാണ് അത്. അപ്പൊ ഇങ്ങനെ നമുക്ക് വെച്ച് നമ്മുടെ ആവശ്യത്തിന് എങ്ങനെ വേണമെങ്കിലും ലെങ്ത്തും അതുപോലെ എത്ര വേണം, അതുപോലെ ചോക്കറാണോ, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഞാൻ. ഇത് വെച്ചോളൂ. അപ്പോൾ ചെറുത് തൊട്ടത് സിമ്പിളായിട്ട് വേണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ വരും. ഫംഗ്ഷൻ മാത്രമല്ല കേട്ടോ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഡാൻസ് ആവശ്യം അങ്ങനത്തെ അതിന് വേണ്ടിയിട്ടും എടുക്കാറുണ്ടല്ലോ. അത് ഞാൻ എടുത്ത് ചോദിച്ചത് എന്താ കാരണം വെച്ചാൽ ഡാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചാടി കളിക്കില്ല അങ്ങനത്തെ പ്രശ്നം അതൊന്നും വിഷയമില്ലല്ലോ. നമ്മുടെ അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കും. യൂറോപ്പിന് വരെ ഇവിടുന്ന് ഓർണമെന്റ്സ് ഡാൻസിനുള്ളത് സെറ്റ് ചെയ്ത് മേടിച്ചുകൊണ്ട് പോകുന്നു. സെറ്റ് ചെയ്ത് ഓക്കെ നമ്മൾ അവരെ അവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ വരും, റിലേറ്റീവ് ഒക്കെ വരുമ്പോൾ കൊടുത്തു വിടും. ഓർഡർ ആക്കി വെക്കുക. അപ്പൊ അതാ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെറിയൊരു ഇത് വേണമെന്ന് വെച്ചാൽ അങ്ങനെ. അപ്പൊ ഞാനത് എടുത്ത് ചോദിക്കാനുള്ള കാരണം വെച്ചാൽ ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ വിയർപ്പ്, അതുപോലെ ചാട്ടം കൂടുതൽ. അപ്പൊ നോർമൽ ഇത് വിട്ടിട്ട് നമുക്ക് സാധാരണ ഗോൾഡ് എങ്ങനെ യൂസ് ചെയ്യണേ അതേപോലെ തന്നെ അതേപോലെ നമുക്ക് യൂസ് ചെയ്യാം. വേർത്തോട്ടെ, വെള്ളം പറ്റിക്കോട്ടെ, വെള്ളത്തിൽ കഴുകിക്കോളൂ എന്നല്ലേ പറയുന്നത്. അതെ അറിയത്തില്ല. താഴെ ഒരു ഇതിലിട്ടിട്ടുണ്ട് ഒരു അരപ്പട്ട, അടിപൊളിയായിട്ട് ചെയ്തതാണ് നമ്മള്. ഫസ്റ്റ് കേറി അതിന്റെ അവിടുന്ന് ഒരു നീല കളറിലെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് ചെയ്ത നാഗപടത്തിന്റെ അരപ്പട്ടയുണ്ട്. അത് ഡാൻസിന് വേണ്ടി ചെയ്യണതാ. ഓക്കെ. അപ്പൊ ഇത് ഫുൾ വരുന്നത് നമുക്ക് ട്രഡീഷണൽ വേണ്ട. നമുക്ക് എങ്ങനെ വേണമെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു ചെയിൻ കണ്ടു, നല്ല ആ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടാ നല്ല ഭംഗിയുണ്ട്. അതാ വെച്ചാൽ സിമ്പിളായിട്ടൊരു ചെയിൻ പോലും നമുക്ക് ഇല്ലാത്ത സമയത്ത് ഓടി വരേണ്ട ഒരു സ്ഥലമാണ് പറക്കാട്ട്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാനായിട്ട്.
അങ്ങനെ വെറൈറ്റികളുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കില്ല. കാണണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാവുന്നതാണ്, നേരിട്ട് വരണമെങ്കിൽ വരാം. പിന്നെ എല്ലാ ഷോറൂമിൽ ഉണ്ട്, കുറച്ച് ഷോറൂമുകളിലുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ വീഡിയോ കോൾ വിളിച്ചോ അല്ല നേരിട്ട് വന്ന് ഇവിടുന്ന് എടുത്തിട്ട് കേരളത്തിൻ്റെ ഏത് സ്ഥലത്തുള്ള ഞാൻ ഓഫ് ചെയ്യട്ടോന്ന്. ഓക്കെ, ഞാനിത് ഫാൻ ഓഫ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ശബ്ദം കയറി വരും, അതുകൊണ്ടാണ് കേട്ടോ അത് ഓഫ് ചെയ്തത്. ഏത് ഷോറൂമിലാണ്? ഏത് ഷോറൂമിൽ വേണമെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കും. ഇവിടുന്ന് സെലക്ട് ചെയ്താൽ മതി. സെലക്ട് ചെയ്താൽ പറക്കാട്ടിൻ്റെ ഏത് ഔട്ട്ലെറ്റിലും എത്തിച്ചു കൊടുക്കും. അവിടുന്ന് അവർക്ക് ഒന്നുകൂടെ വെച്ച് നോക്കി വെരിഫൈ ചെയ്ത് എടുത്തിട്ട് പോവാം. ഇനി അല്ല വീട്ടിൽ വേണമെങ്കിൽ വീട്ടിലെത്തിച്ചു കൊടുക്കും. ഇനി എന്താണ് ഇതിന് വീട്ടിലെന്ന് പറയുമ്പോ സിന്ധു ഇങ്ങനെ നോക്കിയുണ്ട്, സിന്ധു ചേച്ചി അല്ല എത്തിച്ചേരില്ലേ? 5:30 വരെ വാതിൽ കൊട്ടി കൊടുത്തിട്ടുണ്ട്. എന്നാ പിടിച്ചോ നിങ്ങളെ. ചിലര് നമ്മളുടെ കയ്യിൽ നിന്ന് ഫുള്ള് ഓർണമെന്റ്സ് എടുത്ത് ഒരു ചുട്ടി എടുക്കാൻ അവർ മറന്നുപോയി. എന്നിട്ട് വെളുപ്പിന് 5:30 കോള് വന്ന് തുറന്ന് ഒന്ന് എത്തിച്ചു തരുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അന്ന് കല്യാണം വീട് തുറന്ന് വീട്ടിലെ ആളെ വരുത്തി കൊടുത്തിട്ടുണ്ട്. അതല്ലേ പ്രീതിമയുടെ എന്നോട് അടുത്ത് തൊട്ടടുത്ത് താമസം. അതാണ് ഇപ്പോഴാ മനസ്സിലായത്, എന്റെ കൂട്ടുകാരി ഇപ്പൊ മനസ്സിലായി. അപ്പൊ ഈ ഒരു ഫ്ലോർ ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് കാണാം. നമുക്ക് ഇത് ഫുൾ വരുന്നത് നമുക്ക് റെന്റൽ ഐറ്റംസിൽ വരുന്ന കളക്ഷൻസ് ആണ്. ഫുൾ ഓർണമെന്റ്സ് ആണ് വരുന്നത്. വിഗ്രഹം ഒന്നും ഇവിടെ റെന്റിന് കിട്ടില്ല കേട്ടോ. ഇവിടെ താഴെ കണ്ടതല്ലാതെ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ശരിയാണ്. അത് ശരിയാണ്, ശരി. കിട്ടില്ലാന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഷൂട്ടിനൊക്കെ കൊണ്ടുപോകാറുണ്ട്. നമ്മുടെ കണിക്കൊന്നയുടെ ഒപ്പം കൃഷ്ണനെ വേണമെങ്കിൽ നമ്മുടെ ഐഡൽ കൊണ്ടുപോകാറുണ്ട്. ഞാൻ പറഞ്ഞ വാക്ക് തിരിച്ചെടുത്തു. ഇനി നമുക്ക് മുകളിലേക്ക് പോയാലോ? മുകളിലേക്ക് ഷൂട്ടിന് എടുക്കാറുണ്ട്. ഒന്നുകൂടി ഒന്ന് പറഞ്ഞാൽ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും. അല്ല, മറ്റേ വിഷുവാണ് വരുന്നത്. അപ്പൊ കൃഷ്ണനെയൊക്കെ എല്ലാവർക്കും ആവശ്യമുണ്ടോ? അതിവിടെ ഇരിപ്പുണ്ട്. അതും റെന്റിന് ഉരുളി ഇതൊക്കെ ഇവിടെയുണ്ട്. അപ്പൊ വിഷുവിന് ഫോട്ടോഷൂട്ട് വേണമെന്ന് വെച്ചാൽ അതിന് വാൽക്കണ്ണാടി അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ കണി ഒരുക്കാൻ പറ്റിയല്ല. പിന്നെ നമ്മള് കല്യാണം കഴിഞ്ഞ് പോകില്ലേ, അപ്പൊ ഈ വിളക്ക് അഷ്ടമംഗല്യ തട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് വിളക്കുകള് അതെല്ലാം ഇവിടെ ചെയ്ത് ഒത്തിരി അമ്മമാര് കൊണ്ടുപോകുന്നുണ്ട്. അടിപൊളി, സൂപ്പർ. അപ്പോൾ ഇത് ഫുൾ റെന്റലിന്റെ. ഇനി നമുക്ക് ബ്രൈഡലായിട്ട് ഒരുങ്ങാൻ പിന്നെ അതുപോലെ ഫോട്ടോഷൂട്ട് അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് ഇന്റർവ്യൂസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫ്ലോർ നമുക്ക് നോക്കിയാൽ പോവാം. അപ്പോൾ ഇനി നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ. ആൾക്കാർ വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് പറയാലോ. അപ്പൊ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ തേർഡ് ഫ്ലോർ അല്ല സെക്കൻഡ് ഫ്ലോർ. അതെ, ഒരു ഫ്ലോർ 2 ഫ്ലോർ കഴിഞ്ഞ് മൂന്നാമത്തെ അങ്ങനെ ഒരു ഫീല്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഫ്ലോർ ശരിക്കും എണ്ണം പിടിക്കുകയാണെങ്കിൽ മൂന്നാമത്തെ. അപ്പൊ ഈ ഒരു ഫ്ലോറിൽ എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് മാഡത്തിന് മാത്രമായിട്ട്. അയ്യോ അങ്ങനെയില്ല, നമ്മള് ഇന്റർവ്യൂസ് ഇതൊക്കെ നമ്മളുടെ ഇത് മേടാണോ? പക്ഷെ നേരിട്ട് കാണാൻ ഭംഗി കേട്ടോ. പഴയ ഫോട്ടോ ഇല്ലേ, ഇത് മോൻ്റെയാ. അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള ഷൂട്ടുകളൊക്കെ നമ്മളുടെ ഇൻ്റർവ്യൂസൊക്കെ ഇവിടെ നടക്കാറുണ്ട്. ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞുള്ള അടുത്തതിനുള്ള ആൾക്കാർ വന്ന് വെയിറ്റ് ചെയ്യണതാ. അല്ല, അപ്പോൾ ഇത് റെന്റ് അങ്ങനെ നമുക്ക് റെന്റ് ഔട്ട് ചെയ്യാറുണ്ട്. ഇത് നമ്മളുടെ ഫോട്ടോഷൂട്ട് നടക്കാറുണ്ട്. പിന്നെ കോസ്റ്റ്യൂം അല്ല ജ്വല്ലറി, ഗോൾഡ് ജ്വല്ലറിയുടെ ഷൂട്ടുകൾ സ്ഥിരം നടക്കുന്ന ഇവിടെ. അപ്പം എന്തായാലും പോവാം. അവരുടെ വായിലുള്ളത് കേൾക്കേണ്ടി വരും. കുറേ നേരമായി വെയിറ്റ് ചെയ്ത് നിൽക്കണം. കുഴപ്പമില്ല, വരൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലോർ നോക്കാം. എന്താണ് ഇവിടുത്തെ ഡീറ്റെയിൽസ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ലുക്ക് സൂപ്പർ. അപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂവിൻ്റെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാഡത്തിന് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇൻ്റർവ്യൂവിൻ്റെ ആൾക്കാരാണ് അല്ലേ? സോറി, നിങ്ങളെ കൂടി വ്ളോഗിൽ ഇൻവോൾവ് ചെയ്യുകയാണ്. കാരണം മാഡത്തിന് ഇത്ര നേരം ഞങ്ങൾ എവിടെ നിന്നാണ്? ഞങ്ങൾ ബിസിനസ് കേരള മാഗസിനിൽ നിന്നാണ് വരുന്നത്. ഇന്ത്യയിലെ ഒരു പ്രീമിയർ മാഗസിനാണ്. അപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് സെക്ടറിലുള്ള ആളുകളെ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നു, പുതിയ സംരംഭകരെ പരിചയപ്പെടുത്തുന്നു. ഇത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ ഓഫീസ് കൊച്ചി കലൂർ ജയനി സ്റ്റേഡിയത്തിലാണ്. ഞാൻ പരസ്യം ഞാൻ പ്രൊമോഷൻ ചോദിച്ചിട്ടില്ല കേട്ടോ. ഇതൊക്കെ കട്ട് മാറ്റം, അത് കുഴപ്പമില്ല. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞു. നിങ്ങളെ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യിച്ചത്. അപ്പൊ എന്തായാലും ചിലപ്പോ എന്റെ വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും സോറി. അപ്പൊ ജസ്റ്റ് ഈ ഒരു ഫ്ലോർ ഒന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്തി അവസാനിപ്പിക്കട്ടെ. ഞാൻ ഒരു 5 മിനിറ്റ് കൂടി. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫ്ലോർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് പേര് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലോർ എന്ന് പറയുമ്പോൾ മൊത്തം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മോഡലിംഗ് ഷൂട്ടുകൾ നടക്കാറുണ്ട്. പിന്നെ ഞാനും നിങ്ങളുടെ പോലെ നല്ലൊരു ചെറിയ
ബ്ലോഗ്, നമ്മുടെ ജ്വല്ലറിയുടെ ബ്ലോഗ് മാത്രം, പുറമേ ഒന്നും ചെയ്യാറില്ല. പറക്കാട്ട് ജ്വല്ലറിയുടെ ബ്ലോഗ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിറയെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമ്മളിവിടെ അല്പം പ്രൈവസി ഉണ്ടല്ലോ, ഇവിടെ വന്ന് ചെയ്യും. പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻ്റർവ്യൂസ് കാണും, അതുപോലെ മാഗസിൻ ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ ചാനൽ ഇൻ്റർവ്യൂസൊക്കെ ഇവിടെ സ്ഥിരം. മാഗസിനൊക്കെ എല്ലായിടത്തും കാണും, ഓരോന്നോരോന്ന് ഏതെടുത്താലും അതിന് മേഡം ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഇതാണല്ലേ മാം? അത് ഹസ്ബൻഡ്. ഇതാണ് പറക്കാട്ട് ജ്വല്ലറിയുടെ എല്ലാം ലൈറ്റ് കിട്ടണമെങ്കിൽ ഇതാണ് പറക്കാട്ടിലത്തെ എല്ലാം നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും മാഗസിനിൽ കൂടെ കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം തന്നെ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ നമ്മൾ ഒരു മേക്ക് ഓവറൊക്കെ ചെയ്ത് വല്ലതിൻ്റെയൊക്കെ ഇങ്ങനെ ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ട് എന്തെങ്കിലുമൊക്കെ. അടിപൊളി. ഇത് കാണുമ്പോൾ ഒരിക്കലും പറയില്ല ഈ ആളാണെന്ന് പറയല്ല അല്ലേ. അപ്പം ഫോർ എ ചേഞ്ച് ചിലപ്പോൾ ചേഞ്ച് ആർക്കാണ് ഇഷ്ടമില്ല. അപ്പൊ ഈ ഒരു ഫ്ലോർ നമുക്ക് റെന്റിന് അങ്ങനെ എങ്ങനെയാ റെന്റിൽ കൊടുക്കാറുണ്ട്? പെർ ഡേ പെർ അവർ വെച്ച് പെർ ഹവറിന് ഇത്ര രൂപ വെച്ചിട്ട് ഒരു 1000 rupees തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉണ്ട്. ഒരു മണിക്കൂറിന് 1000 രൂപ. 1000 രൂപ അങ്ങനെയാണ് കോൺസെപ്റ്റ് വരുന്നത്. അപ്പൊ ഈ ഒരു ഫ്ലോർ മാത്രമാണ് ഇതിന് മുകളിൽ ഒരു ഫ്ലോർ അല്ല രണ്ടും കൂടി യൂസ് ചെയ്യാൻ? രണ്ടാണ്. നമ്മളിപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഓഫ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഫ്ലോറിൻ്റെ എടുക്കും. ഒരു ഫ്ലോറെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 ഫ്ലോറും ഫുൾ ടൈം യൂസ് ചെയ്യണേ, രണ്ടും കൂടെ സെപ്പറേറ്റ് ചാർജ് ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെ 2 ഫ്ലോർ മൊത്തം മോഡലിംഗ്, ഷൂട്ട്, ബ്രൈഡൽ, പിന്നെ അതിൽ നമുക്ക് കുളി വരെ നടത്താൻ പറ്റും. അതെ, ഇവിടെ അത്യാവശ്യം ബെഡ് സ്പേസ് തൊട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം ആരെങ്കിലും 1-2 പേരൊക്കെ വന്ന് താമസിക്കണേ അങ്ങനെ വരാറുണ്ട്. ചിലപ്പം പുറമേ നിന്നൊക്കെ വരുമ്പോൾ നേരെ ഇങ്ങോട്ട് വന്നു, ട്രെയിനിന് വന്നു അല്ലെങ്കിൽ ഫ്ലൈറ്റിന് വന്നു, ഇറങ്ങി ഇവിടെ വന്നു, ഇവിടെ കുളിച്ച് ഫ്രഷപ്പായി മോഡലിംഗ് ചെയ്യണതിനും വരാറുണ്ട്. ഇനി എല്ലാ കസ്റ്റമേഴ്സും ചിലർ വരാറുണ്ട്, ഒന്ന് ഫ്രഷപ്പ് ആകാൻ സൗകര്യം തരാമെന്ന് പറഞ്ഞാൽ ഫ്ലോറും കൊടുക്കും അവർക്ക്. അല്പം റെസ്റ്റ് ചെയ്യണേലും റെസ്റ്റ് ചെയ്യാം, സ്പേസ് കിട്ടും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എല്ലായിടത്തും കാണും ഇതേപോലെ നമുക്ക് ജ്വല്ലറീസിന്റെ ഷോപ്പ് അല്ലെങ്കിൽ ഷോറൂം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനിൽ കൂടുതൽ നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് അത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ ചിലപ്പോൾ പേരൻസ് ഇപ്പം ആണുങ്ങളൊക്കെ വരുമ്പോഴേ അവർക്ക് ചിലപ്പം ഈ ഒത്തിരി നേരം ജ്വല്ലറി എടുക്കാൻ ചിലപ്പോൾ അങ്ങേയറ്റം കൽപ്പറ്റ, മാനന്തവാടി അവിടെ നിന്നൊക്കെ തൊട്ടുള്ളവർ വരും. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ ഒന്ന് റെസ്റ്റ് ചെയ്യണേ, ചിലപ്പോൾ പേരൻസൊക്കെ ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് സൈലൻ്റായിട്ട് ചിലപ്പോൾ അച്ഛന്മാർക്കൊന്നും ചിലപ്പോൾ ഓർണമെൻറ്റ്സ് കാണാനൊന്നും ഇഷ്ടം കാണില്ല അത്രയൊന്നും. അപ്പോൾ ചിലർ ഒന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യും. ടീ, കോഫി, സ്നാക്സൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതൊക്കെ ആയി അവരിവിടെ റെസ്റ്റ് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടികളെയും അമ്മമാരെ ഒന്നും ശല്യം ചെയ്യില്ല, അവർ പോകാമെന്ന് പറയില്ല. അല്ല ഒന്നാമത് നല്ലതാണ്, കാരണം നമുക്ക് സൗകര്യമായിട്ട് ഒന്ന് കിടന്നുറങ്ങണമെങ്കിൽ അതിനും കൂടെ ഉള്ള സൗകര്യം അത്യാവശ്യം ചെയ്ത് കൊടുക്കും. അവരവിടെ സൈലൻ്റായിട്ട് അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. നമുക്ക് സമാധാനമായിട്ട് ഓർണമെന്റ്സ് ഒക്കെ സെലക്ട് ചെയ്യാം. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞാൽ. അപ്പോൾ ഇത് അത്യാവശ്യം സ്പേസ് ഉണ്ട്, ജസ്റ്റ് കോഫി സ്പേസ് പോലും ഉണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ ഇതൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഞാൻ ഒന്ന് നീക്കുന്നുണ്ട് കേട്ടോ, 2 മിനിറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു സ്പേസും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെയാണ് മാഡത്തിൻ്റെ ഇനി അടുത്തൊരു ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നത്. അതിന്റെ പുറമെ ഒരു ബാൽക്കണി സ്പേസും കൂടി ഉണ്ടല്ലേ? അതെ അതെ. ഓക്കെ. അപ്പോൾ ആ ഒരു ബാൽക്കണി സ്പേസ് തുറക്കാൻ പറ്റുമോ? ഇവിടെ ജസ്റ്റ് ഇങ്ങനെ തുറക്കാം കണ്ടാ. ഇവിടെ ഇരുന്നൊരു ടീ കോഫി ഒക്കെ കുടിച്ച് എറണാകുളം ഫോട്ടോഷൂട്ട് അങ്ങനെ എടുക്കാം, അതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെയൊക്കെ മോഡലിംഗ് ഷൂട്ടിന് ഈ ഏരിയാസ് എല്ലാം ഉപയോഗിക്കുന്ന. ഓക്കെ. അപ്പോൾ അത്യാവശ്യം ഏത് സ്പേസ് വേണമെങ്കിലും എടുക്കാം അല്ലേ? 2 ഫോട്ടോ ഏതായാലും അവിടെ ഒന്ന് എടുത്തോ. എനിക്കോ? അടുത്ത ഇവരുടെ ഒരു ഇന്റർവ്യൂവിന്റെ സമയമല്ല, ആ ഒരു സമയം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പൊ നല്ലൊരു ഏരിയ തന്നെയാണ് നമ്മള് ഷൂട്ട്, മോഡലിംഗ് ഷൂട്ട് എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഞാൻ മുകളിലത്തെ ഫ്ലോറിംഗ് കൂടി നോക്കാം. ഇവിടെ അധികം നേരം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവർ എന്നെ ഓരോരുത്തർ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കണേ, കണ്ണ് ഇങ്ങനെ തുരിപ്പിച്ച് തുടങ്ങി ഓരോരുത്തർ എപ്പോഴാണ് ഇവള് പോവാന്ന്. മുകളിലേക്ക് പോയാലോ? അപ്പൊ നമുക്ക് വരും. അടുത്ത ഫ്ലോർ എന്ന് പറയുമ്പോൾ 4th ഫ്ലോർ ആണ് ശരിക്കും വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ തേർഡ് എന്ന് പറയും, ഫോർത്ത് ഒന്നും പറയാതെ. അപ്പോൾ 4th ഫ്ലോറിൽ മൊത്തം വരുന്നത് നമുക്ക് ഷൂട്ട് ഏരിയ, അല്ലെങ്കിൽ ബ്രൈഡിന് നമുക്ക് കുളിച്ചൊരുങ്ങാനുള്ള ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടുന്ന് റെന്റിന് എടുക്കാം. ഇവിടെ വന്ന് കുളിക്കാനുള്ള അപ്പോൾ ആദ്യം ഏതായാലും കുളിച്ചൊരുങ്ങാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം ഉണ്ട്. നല്ല രീതിയിൽ വെൽ ഫർണിഷ്ഡ് ആയിട്ട് ചെയ്തേക്കുന്ന അത്യാവശ്യം അടിപൊളി കേട്ടോ. കുളിക്കാനുള്ള ഏരിയയും ഉണ്ട് അതിനകത്തേക്ക്. അപ്പൊ എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടാണ് നമുക്ക് ഒരു പിന്നെ കുക്ക് ചെയ്യാൻ അത്യാവശ്യം കുക്കിങ്ങിനുള്ള ഇൻഡക്ഷൻ കുക്കർ വെച്ച് ഇവിടെ കുക്ക് ചെയ്യാനും വെള്ളം എല്ലാം ഉണ്ട്. ബാക്കി പാത്രങ്ങളെല്ലാം ഉണ്ട്.
പിന്നെ ഇവിടെ മാത്രമല്ല താഴെ ഒരു ഗ്യാസ് ഒക്കെ വെച്ച് വേറൊരു സംവിധാനം കൂടെ ഉണ്ട്, അത് കുക്ക് ചെയ്യാം. അപ്പൊ ഇനി ഞാനും പോണില്ല, അത്യാവശ്യം കിടക്കാനുള്ള സൗകര്യവും വാഷ് എല്ലാം ഉണ്ട്. എല്ലാ സൗകര്യം ഉണ്ട്. കിച്ചൺ, ബാത്റൂം സൗകര്യങ്ങൾ, ബെഡ് സ്പേസ് എല്ലാം എടുക്കണം. കിച്ചണിന്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും കോഫി ഐറ്റംസ് അങ്ങനത്തെ എല്ലാം ചെയ്യാനുള്ള ഒരു സ്പേസ്. അത്യാവശ്യം ഫ്രിഡ്ജും എല്ലാം ഉണ്ട്. ഫ്രിഡ്ജോ? ഇവിടെയല്ല, താഴെ ഒരെണ്ണോടെ ഉണ്ട് കുക്ക് ചെയ്യാൻ. ഓക്കെ. അപ്പൊ ഇനി അടുത്തൊരു സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോട്ടോഷൂട്ട് നടത്താനുള്ള ഒരു സ്പേസ് ആണ്. ഡ്രസ് നേരത്തെ പറഞ്ഞില്ലേ കിടക്കാന്ന് പറഞ്ഞില്ലേ, സോഫാക്കം ബെഡാണ്, 2 എണ്ണം ഉണ്ട് സ്പേസ്. അപ്പൊ ഈ 2 സ്പേസ്, ഇങ്ങനെ ഒരു 2 സ്പേസ് ഉണ്ട്. അപ്പൊ എത്ര ആൾക്കാർക്ക് വന്നാലും കിടക്കാനുണ്ട്. പിന്നെ നമ്മൾക്ക് ബെഡ് വേറെ, എല്ലാം ബെഡും ബെഡ്ഷീറ്റും എല്ലാം ഇവിടെ ഉണ്ട്. ബെഡ്ഷീറ്റ്, കവർ, പില്ലോ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. എല്ലാം ഉണ്ട്. ഇതുപോലെ 2 സെക്ഷൻ ഉണ്ട്, അത് മാറ്റിയിടാം. പിന്നെ ഇവിടെ ഡോറ് ക്ലോസ് ചെയ്യാം, പ്രൈവസി വേണേലും അതിനുള്ള സൗകര്യം ഉണ്ട്. ഇവിടെ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഒരു സൗകര്യം ഉണ്ടല്ലേ. അപ്പൊ ഈ ഒരു സ്പേസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ്. എന്നിട്ട് എന്റെ ഒരു ഫോട്ടോ എടുക്കൂ വിത്ത് മാം. ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഇങ്ങനെയായിരിക്കും ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടത്താം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്ത് നമുക്കൊരു ഫോട്ടോഷൂട്ട് ഏതായാലും ചെയ്യാം ഒരു ദിവസം. ഇത് കഴിയട്ടെ, എന്തായാലും ഒരു ഫോട്ടോ വേണം. അപ്പൊ ഇതിന് മാറ്റി നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിടാം, ചേഞ്ച് ചെയ്യാവുന്ന എല്ലാം ഉണ്ട്. എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതും വിത്ത് AC ആണ് കേട്ടോ. അത് അല്ല, അതും കൂടി പറയണല്ലോ. ഡ്രസ്സ് ഹാങ് ചെയ്യാൻ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി അത്യാവശ്യം ഇതാണ് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഏരിയ, മേക്കപ്പ് ചെയ്യാൻ ഉള്ള സൗകര്യം. ഓക്കെ, ഈ ഒരു സ്പേസിലാണ് നമുക്ക് സൗകര്യം. സുന്ദരിയാവണല്ലോ. ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ മേക്കപ്പ് ചെയ്യുന്നത് അല്ലേ, സൗകര്യങ്ങളോട് കൂടിയിട്ട്. എന്ത് രസമല്ലേ ഇങ്ങനെ കാണുമ്പോൾ. സാരി ഉടുക്കാം, ഇപ്പഴത്തെ ഒരു സ്പേസ് അല്ലേ. അത് സാരി ഉടുക്കാൻ മാത്രമല്ല അത്യാവശ്യം സാരി, അത്യാവശ്യം ഡ്രസ്സ് നമ്മളുടെ കയ്യിലുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇവിടെ അലമാരിയിൽ വെച്ചിരിക്കുവാണ്. ഞങ്ങൾക്ക് വേണ്ടി വന്ന ഇപ്പോൾ ചിലർ ചിലപ്പോൾ ജീൻസൊക്കെ ഇട്ടിട്ട് വരും ഇവിടെ കസ്റ്റമർ തന്നെ. അപ്പോൾ ജീൻസും ടോപ്പും ഒക്കെയാണ് അവർക്ക് ചിലപ്പോൾ വെയർ ചെയ്യാനൊന്നും പറ്റാതെ വരും. അപ്പം നമ്മളുടെ കയ്യിൽ തന്നെ സാരീസൊക്കെ അത്യാവശ്യം ഇരിക്കുന്നുണ്ട്, ഗൗൺ വേണേ അതുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അവർക്ക് നമ്മൾ വെയർ ചെയ്ത് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ളത് വരുമ്പോൾ ചുളിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ഒരു അയൺ ചെയ്യാനും എല്ലാം ഉണ്ട്. അയണിങ് സെക്ഷനും ഉണ്ട് കേട്ടോ. അതുപോലെ ഇപ്പൊ ഫുൾ ലുക്ക് നമുക്ക് കാണണമെങ്കിൽ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു ഫുൾ ലുക്ക് നമുക്ക് മിററിൽ ഇങ്ങനെ കാണാം. ഓർണമെന്റ്സ് താഴെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഡ്രസ്സപ്പ് ചെയ്ത് മേക്കപ്പ് ആർട്ടിസ്റ്റും നമുക്ക് ഇൻ ഹൗസ് ഉണ്ട്, ഫോട്ടോഗ്രാഫേഴ്സും ഇൻ ഹൗസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് സ്റ്റൈൽ ചെയ്ത് എല്ലാം കൊടുക്കും. എന്തും നത്തിങ് ഇസ് ഇമ്പോസിബിൾ. എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. പക്ഷെ 2-3 ഡ്രസ്സ് കൈ പിടിച്ച ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടത്തി ഉറപ്പായിട്ട് വേണം. ഇവിടെ ഗൗണൊക്കെ ഇരിക്കേണ്ട ഇട്ടിട്ട് ഷൂട്ട് ചെയ്യാൻ. അപ്പൊ ഇവിടെയും 1000 രൂപ തന്നെയാണോ ഈ ഫ്ലോറിനും പെർ അവർ 1000 രൂപ. അപ്പൊ ഈ ഫ്ലോറിൽ പെർ ഹവർ 1000 റുപ്പീസ് ആണെങ്കിൽ താഴത്തെ ഫ്ലോർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ആണ്, അല്ലാണ്ട് രണ്ടിനും കൂടിയിട്ട്. അതെ, ബട്ട് ഇവിടെ ഇപ്പം നമ്മൾ മേക്കപ്പ് ചെയ്തു, ഒരു ഷൂട്ട് കഴിഞ്ഞു, ഇവിടുത്തെ ക്ലോസ് ചെയ്തു. അപ്പോൾ ആ ഒരു 1000 അത്രയും ടൈമുള്ള കഴിഞ്ഞു. പിന്നെ അതിന് താഴത്തെ ഫ്ലോറിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചാർജ് ചെയ്യില്ല. നമ്മൾ ബലത്തിൽ ഒരു ഫ്ലോറെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നു അപ്പോൾ ഇതിന്റെ ചാർജ് താഴെ യൂസ് ചെയ്ത്. അപ്പൊ ഇത് ഫോട്ടോ കുറച്ച് നേരത്തെ വേറെ ആരും വന്നിട്ടുണ്ടായിരുന്നു, സാരി ഒക്കെ എടുത്തിട്ട് അവര് പോയോ? നമ്മുടെ അവര് പോയി, അവര് ജസ്റ്റ് പോയില്ല. അല്ല, നമ്മൾ കുറച്ച് നേരം ആയില്ല അവിടെ. അവരൊരു ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ടാവും നമ്മുടെ വീഡിയോ. ആ 1 മണിക്കൂറിൽ അല്ല അവര് നേരത്തെ വന്നായിരുന്നു. കോസ്റ്റ്യൂം കയ്യിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ താഴത്തെ ഓർണമെന്റ്സ് എടുത്ത് ഒന്ന് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു എങ്ങനെയാണ് കോൺഫിഡൻസ് വരാൻ വേണ്ടി മേളിൽ വന്ന് എല്ലാവരും ഡ്രസ് ചേഞ്ച് ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഇതിന് ബുക്കിംഗ് എന്തെങ്കിലും ചെയ്യണം? ഡേറ്റ് മാത്രം നമുക്ക് ഒരു ദിവസം ആ ഒരു ബുക്കിംഗ്. ഇനിയിപ്പോൾ രാവിലെ വേറെ കൊടുക്കും, ഉച്ച കഴിഞ്ഞ് വേണേൽ വേറെ കൊടുക്കാം. ചിലപ്പോൾ ഫുൾ ഡേ രാവിലെ 6 മണി തൊട്ടൊക്കെ രാത്രി 12 വരെയൊക്കെ ഇവിടെ ഷൂട്ട് കിടക്കാറുണ്ട്. അതിനാണല്ലോ സിന്ധു ഇവിടെ ഉള്ളത്. അതിനാണ് സിന്ധുവിനെ അപ്പുറത്ത് പാർപ്പിച്ചിരിക്കണത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു സൗകര്യം, നല്ലൊരു അടിപൊളി സൗകര്യം. സിന്ധുവിന്റെ ഹസ്ബൻഡിന്റെ ഫുഡും ഉണ്ടല്ലോ, അപ്പൊ പിന്നെ അതും കുഴപ്പമില്ല. ഭക്ഷണവും കിട്ടും. ഇപ്പൊ ചായ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ ജ്വല്ലറിയുടെ ഒരു ആഡ് നടന്നിരുന്നു, ഷൂട്ട്.
അപ്പം മൊത്തം ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി ഞങ്ങൾ തന്നെ കൊടുത്തിരുന്നത്. അതിനൊക്കെ സെപ്പറേറ്റ് ചാർജ് ഉണ്ട്. എന്നെ തന്നെ വിളിക്കും, സിന്ധു അതൊന്ന് അറേഞ്ച് ചെയ്യുന്നു. പക്ഷെ ഫുഡും കാര്യങ്ങളൊക്കെ അതിന് സെപ്പറേറ്റ് ചാർജ് സെപ്പറേറ്റ് ആണ്. അത് ഇതിൽ ഇൻക്ലൂഡ് അല്ല, അത് സെപ്പറേറ്റ് പറയണം. അല്ലെങ്കിൽ അല്ല 40 പേരൊക്കെ ചിലപ്പോൾ ഷൂട്ടിന് വരും. ഇവിടെ ഫിലിമിന്റെ വരെ ഷൂട്ട് ചെയ്യാറില്ല, ചെറിയ ഷോർട്സ്. ഇതൊരു 30 പേർക്ക് നമുക്ക് ഒരു ചെറിയ മീറ്റിംഗ് നടത്തണമെങ്കിലുള്ള ചെയറും സംഭവങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളൊക്കെ ഇവിടെ ചെറിയ അവരുടെ ഡെമോ ഒക്കെ വെച്ചിട്ട് ഇവിടെ 30-40 പേരുടെ വരെയുള്ള മീറ്റിംഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിൽ ഫുഡും കൊടുത്തിട്ട് ഇവിടെ മീറ്റിംഗും വെച്ച് അങ്ങനെയൊക്കെ അറേഞ്ച് മീറ്റിംഗ് ഹോൾ ആക്കാനും. അപ്പൊ 1 മണിക്കൂർ കൊണ്ട് 2000 ഉണ്ടെങ്കിൽ അടിയിലത്തെ മുകളിൽ ഒക്കെ യൂസ് ചെയ്ത് പരിപാടി കഴിഞ്ഞ് പോവാം. കേക്ക് കട്ടിങ് വരാറുണ്ട്, ബർത്ത്ഡേ ഫംഗ്ഷൻസ്, ചെറിയ ഹൽദി മെഹന്തി വരെ ഇവിടെ നടത്തിയിട്ടുണ്ട് ഞങ്ങള്. നമ്മുടെ കസ്റ്റമേഴ്സ് അതുപോലും അറേഞ്ച് ചെയ്യാവോ എന്ന് ചോദിക്കും ചിലര്. ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ചെയ്യാറുണ്ട്. ചെറിയ ഫംഗ്ഷൻ എനിക്ക് ഞാനിപ്പോ കൂടെ നിൽക്കുന്നോണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, എന്ത് ഒരു കസ്റ്റമർക്ക് എന്താണോ ആവശ്യം അതിന് ഫുൾ സൊല്യൂഷൻ മാഡം സമ്മതിച്ചിട്ടുണ്ട്. പാർക്കാട്ട് നല്ല വേണ്ട പറയാനായിട്ട്, പ്രീതി മാം കംപ്ലീറ്റ് സൊല്യൂഷൻ. ഒരാള് ഇവിടെ വന്നിട്ട് ഒരു ആവശ്യം ഉന്നയിച്ച, ഈവൻ എനിക്ക് തോന്നുന്നു ഡ്രസ്സ് വരെ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ അയച്ചു കൊടുക്കാം പുറത്തേക്കുള്ള. അവർക്ക് അവർ പറയും നമ്മൾ കടയിൽ ചിലപ്പോ ജ്വല്ലറി എടുക്കും, ജ്വല്ലറിക്ക് ചേരുന്ന കോസ്റ്റ്യൂം സെറ്റ് ചെയ്യാൻ വാങ്ങിയിട്ട് അത് സെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സ് മാച്ച് ചെയ്ത് അതും തന്നെ. കാരണം അവർക്ക് അങ്ങനെയാണോ, അവിടെ ഇരുന്നും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ മോളെ ജ്വല്ലറിക്കായിരിക്കും നമ്മളെ സമീപിക്കുന്നത്. പക്ഷെ അവർ പറയും, മോളെ അത് അതിന്റെ കൂടെ ഒരു കേരള സാരി കൂടി എടുത്ത് വിടുവോ, അല്ലെങ്കിൽ ഇന്ന ഡ്രസ്. അപ്പൊ നമ്മൾ പോയിട്ട് ഷോപ്പിൽ പോയി കാണിച്ചിട്ട് വീഡിയോ കോൾ കാണിച്ചു കൊടുക്കും. ശരിക്കും അതൊന്നും സ്റ്റാഫിന്റെ പരിധിയിൽ വരുന്നതല്ല. പക്ഷെ ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ പറയും, മാഡം അത് അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ഓൾ ബ്രാഞ്ചിലെ സ്റ്റാഫ് അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ലൊക്കേഷൻ പറഞ്ഞോളൂ, ഇതൊക്കെ എവിടെ വരെ ഇത്രയും അധികം ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. ആ ഒരു ഇത് നമ്മുടെ MG റോഡ്, വുഡ്ലാൻഡ് ജംഗ്ഷൻ, കൊച്ചി, എറണാകുളത്ത് MG റോഡ്, ലയം റോഡ്. അതിൽ വുഡ്ലാൻഡ് ജംഗ്ഷനിൽ വന്നിട്ട് ലയം റോഡാണ് നമ്മുടെ ഷോപ്പ്. ശരിക്കും നമ്മുടെ മെട്രോ പില്ലർ എന്ന് പറയുമ്പോൾ 716 മെട്രോ പില്ലർ നമ്പർ. അത് ഇംഗ്ലീഷിലും കൂടി പറഞ്ഞ നമ്പർ 716. അത് ചില സമയത്ത് നമ്മൾ ഓരോ ഷോപ്പിൽ മുമ്പേ വിലകളൊക്കെ പറയുമ്പോൾ പറയാം അത് ഇംഗ്ലീഷിലൊന്നും പറയും മാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് മെട്രോ പില്ലർ നമ്പർ ചോദിക്കുമ്പോൾ എളുപ്പമുണ്ട് വരാനായിട്ട്. 716 ആണ് മെട്രോ പില്ലർ. അവിടുന്ന് ജസ്റ്റ് 10 അടി നടക്കാനുള്ള വഴിയുള്ളൂട്ടോ. അപ്പൊ ലയം റോഡാണ്. അപ്പോൾ 10 അടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 4 ഫ്ലോർ ഫുൾ. അപ്പോൾ നമുക്ക് ജ്വല്ലറി പർച്ചേസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറേ ആവശ്യങ്ങൾ വരുമ്പോഴും നമുക്ക് ഇവിടേക്ക് വരാം. എവിടെ? അപ്പൊ ഇത് വെഡിങ് കമ്പനിന്ന് കേട്ടോ. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ റെന്റൽ ജ്വല്ലറിന്നോ ഇല്ലെങ്കിൽ വെൽഡിംഗ് കമ്പനിന്നോ സെർച്ച് ചെയ്യുമ്പോഴാണ്. അതാണ് ഞാൻ കയറി വരുമ്പോൾ തന്നെ പറഞ്ഞല്ലോ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് വെച്ചാൽ ഫുൾ മാനുഫാക്ചറിങ് ഇവരുടെ ഓൺ തന്നെയാണ്. ഒരു മീഡിയേറ്റർ ഇല്ലാണ്ട് ഫാക്ടറി പ്രൈസിൽ നമുക്ക് അത്രയും റേറ്റ് കുറവെന്ന് പറയുമ്പോൾ ആ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള റേറ്റ്. ഇപ്പം 50 രൂപയ്ക്കായാലും 100 രൂപയ്ക്കായാലും നിങ്ങൾക്ക് ജ്വല്ലറി കിട്ടും. അത് ഇതും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യും. ഗോൾഡും ഇതും തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പം നമുക്ക് അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് നിൽക്കുന്ന ഷോപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ എറണാകുളത്ത് തന്നെ ഒരുപാട് ഷോപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് എവിടെയൊക്കെയാണ് ഷോപ്പുകളൊക്കെ കുറേ ഉണ്ട്. ഞാൻ കേൾക്കാത്ത കുറേ പേരുകളൊക്കെ ഉണ്ട്. എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത് അവിടെ ഷോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കായിരിക്കും എളുപ്പം അല്ലേ? ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, വെബ്സൈറ്റ് ത്രൂവും പർച്ചേസ് ചെയ്യാം. പിന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ഞാൻ തന്നെയാണ് ചെയ്യുന്നത് യൂട്യൂബ് ചാനൽ, പറക്കാട്ട് ജുവൽസിന്റെ യൂട്യൂബ് ചാനൽ. മാഡത്തിനെ കണ്ടില്ല, കാണാത്തോണ്ട് ഇപ്പൊ സങ്കടം പറയുന്ന കസ്റ്റമർ വരാതെ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ ഇനി നമ്മുടെ ഒരു ആവശ്യം ഇവിടെ ഇല്ല, എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനി നിങ്ങൾ തമ്മിലായിക്കോ. അതായത് സിന്ധു മാമും ഇവര് തമ്മിൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഏൽപ്പിച്ചതാകുന്നുണ്ട്. അപ്പൊ ഞാൻ പോവാം. അപ്പൊ സന്തോഷം, വീണ്ടും കാണാം. ഇനി നമ്മളെവിടെ കാണുമെന്നറിയോ? റിസോർട്ടിലേക്ക്, പറക്കാട്ട് നേച്ചർ റിസോർട്ടിലേക്ക് വരാം. ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ. പറക്കാട്ടിന്റെ ജ്വല്ലറി മാത്രമല്ല, ഇങ്ങനൊരു ഫെസിലിറ്റീസ് മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ നല്ലൊരു ലക്ഷറിയസ് റിസോർട്ടും കൂടി ഉണ്ട്. അത് എവിടെയാ? കല്യാണം മാത്രമല്ല നടത്തുക, മൂന്നാറ് പറക്കാട്ട് നേച്ചർ റിസോർട്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാം ചെക്ക് ചെയ്യുക.
അതും നമുക്ക് അപ്പൊ നമുക്ക് അടുത്ത മാസം അവിടെ വെച്ച് കാണാം. ഒരു ഡേ ഫുള്ള് നമുക്ക് പ്രത്യേകതയുണ്ട്. ഈ പറക്കാട് നേച്ചർ റിസോർട്ടിലേക്ക് നമുക്ക് ലേഡീസിന് തനിയെ പോവാട്ടോ. അവിടേക്ക് പോകാൻ കൂട്ടൊന്നും വേണ്ട, അത്രയും സേഫ് ആൻഡ് സെക്യൂർഡ് ആണ്. അപ്പൊ അതിന്റെ വേണമെങ്കിൽ അഡ്രസ് ഡീറ്റെയിൽസ് ലേഡീസ് ഓൺലി ട്രിപ്പായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും. പിന്നെ ഒരു കാര്യം മറന്നുപോയി, ഞാൻ എന്തായാലും ടാറ്റ പറഞ്ഞ് പോകാൻ നിൽക്കുന്നത്, നമ്മൾ 3 ആൾക്ക് വിന്നറായിട്ട് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു. അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അത് സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കി വെച്ചതിന് ശേഷം നമുക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പർ, ഈ വീഡിയോ കാണുന്നതിൻ്റെ സ്ക്രീനിൽ നമ്പർ ഉണ്ട്, ആ നമ്പറിലേക്ക് അയച്ചു കൊടുക്കണം. അതിനോടൊപ്പം തന്നെ അപ്പോൾ ഒരു സ്ക്രീൻ റെക്കോർഡ് എന്തിൻ്റെ വേണം, നമ്മൾ ഷെയർ ചെയ്യുന്നതിൻ്റെ അതിനോട് കൂടി തന്നെ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇടണം. കമൻറ്റ് ഇടുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഇടേണ്ടത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് പറക്കാടിനെ കുറിച്ചിട്ട്, ആ അഭിപ്രായം ഇടുന്നതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡും ഒന്നുകൂടി വീണ്ടും എടുത്ത് പറയുക. നമ്മൾ വീഡിയോ, എൻ്റെ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അതിൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഷെയർ ചെയ്യുമ്പോൾ അത് സ്ക്രീൻ റെക്കോർഡാക്കിയിട്ട് അത് സേവ് ആക്കി വെക്കുക. അതിനോടൊപ്പം തന്നെ കമൻറ്റ് ഇടുമ്പോൾ അത് സ്ക്രീൻ ഷോട്ട് ഇട്ട് വയ്ക്കുക. ഈ 2 എണ്ണം സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് എന്ന് വെച്ചാൽ പറക്കാട്ടുകാരുടെ തന്നെയായിരിക്കും നമ്പർ. ആ നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് കഴിഞ്ഞിട്ട് ഒരു പെരുന്നാളുടെ ഇതിൻ്റെ ഒക്കെ ഒരു തിരക്കൊക്കെ കഴിയട്ടെ. അപ്പോൾ ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും വേണ്ട, ഒന്നില്ലെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമുക്ക് ആ ഒരു വിന്നറെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇനി റിസോർട്ടിലേക്ക് പോകുന്നുണ്ട്, അവിടെ വെച്ച് അപ്പൊ നമുക്ക് റിസോർട്ടിൽ വെച്ച് സെലക്ട് ചെയ്യാം. അതായിരിക്കും നല്ലത്. 3 ആളെ അവിടെ വെച്ചിട്ട് നമുക്ക് നറുക്കെടുത്തിട്ട് 3 ആളെ. അപ്പോൾ അവർക്ക് കിട്ടാൻ പോണത് വലിയൊരു ധമാക്കയാണ്. 2000 റുപ്പീസിൻ്റെ പറക്കാട്ട് ജ്വല്ലറിന്ന് ഏത് ഷോറൂമിൽ നിന്ന് വേണമെങ്കിൽ ഇഷ്ടമുള്ള സാധനം പർച്ചേസ് ചെയ്യുക. ഇഷ്ടമുള്ളത് നെക്ലസ് വേണോ, മൂക്കുത്തി വേണോ, കമ്മൽ വേണോ, എന്ത് വേണമെങ്കിലും ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അതും ഗോൾഡിൻ്റെ ആ സെയിം ഫിനിഷിങ്ങും സെയിം ക്വാളിറ്റിയോട് കൂടി. ഗോൾഡിൻ്റെ ആ ഒരു റേറ്റ് ഇല്ലാന്നേ ഉള്ളൂ, ആ ഒരു സെയിം ഫിനിഷിങ്. അപ്പോൾ 3 ആൾക്ക് അപ്പോൾ 2000 അങ്ങനെ 6000 രൂപ ഗിഫ്റ്റാണ് കൊടുക്കുന്നത്. ഇനി റിസോർട്ടിൽ വെച്ചിട്ടായിരിക്കും ആ ഒരു വിന്നറെ നമ്മൾ സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ അബദ്ധവശാത്തിൽ എനിക്ക് അവിടേക്ക് എത്താൻ പറ്റിയില്ല, മനുഷ്യന്മാരുടെ കാര്യമാണല്ലോ, ചിലപ്പോൾ വല്ല വയ്യാണ്ട് വരെ വരും. അപ്പം അല്ല, പറയാൻ പറ്റില്ല, മനുഷ്യന്മാരാണല്ലോ. അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു റിസോർട്ടിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂ ആയാലും നമ്മൾ അത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യണം, ലൈഫ് ഫിഷ് ഷെൽമി. അത് കൂടാണ്ട് പറക്കാട് ജ്വല്ലറി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് കൂടിയും ഫോളോ ചെയ്യണം. അപ്പോൾ ആ ഒരു പേജിലായിരിക്കും വിന്നറെ സെലക്ട് ചെയ്യുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും എടുത്ത് പറയാം കേട്ടോ. അപ്പോൾ വേഗം കമൻറ്റ് ഇങ്ങനെ ചെറപറ നിങ്ങൾ പോകുന്നോട്ടെ അല്ലേ വരട്ടെ. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആണ് നറുക്കെടുക്കാൻ വേണ്ടിയിട്ട്. ആരാണ് നറുക്കെടുക്കുന്നതെന്ന് അറിയില്ല, അത് സസ്പെൻസ്. അവിടെ വെച്ചിട്ട് കാണാം. ഓക്കെ, അപ്പം ഇങ്ങനെ പോട്ടെ, കുറേ നേരം അവർ അടിയിലും വെയിറ്റിംഗ് ആണ്. ഇന്റർവ്യൂ അടിച്ചു പൊളിക്കുക. അപ്പം നല്ല തകർത്ത് അങ്ങോട്ട് പറയും. ബെസ്റ്റ് വിശേഷം. ഓക്കെ, ബൈ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.